أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم. ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. ഓർക്കുക, ഈ മന്ദിരത്തിന്റെ ഭിത്തികൾ പടുത്തുയർത്തവേ ഇബ്രാഹീമും ഇസ്മായിലും പ്രാർത്ഥിച്ചിരുന്നു, ഞങ്ങളുടെ നാഥ, ഞങ്ങളിൽ നിന്ന് ഈ എളിയ കർമ്മം കൈക്കൊള്ളേണമേ. സകലരിൽ നിന്നും കേൾക്കുന്നവനും സകലതും അറിയുന്നവനുമല്ലോ നീ. നാഥ, ഞങ്ങളിൽ ഇരുവരെയും നിനക്ക് മുസ്ലിം, അതായത് അനുസരണമുള്ളവനായ ദൈവദാസന്മാരാക്കണമേ. ഞങ്ങളുടെ സന്തതികളിൽ നിന്നും നിനക്കും മുസ്ലിമായ ഒരു സമൂഹത്തെ എഴുന്നേൽപ്പിക്കണമേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആരാധനാകർമ്മങ്ങൾ അറിയിച്ചു തരണമേ. ഞങ്ങളുടെ വീഴ്ചകൾ മാപ്പാക്കി തരണമേ. ഏറെ മാപ്പരുളുന്നവനും കരുണാവാരിധിയുമല്ലോ നീ. ഞങ്ങളുടെ നാഥ, ഈ ജനത്തിൽ അവരിൽ നിന്ന് തന്നെ നിന്റെ വചനങ്ങൾ കേൾപ്പിക്കുകയും ഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കുകയും അവരുടെ ജീവിതത്തെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു ദൂതനെ നിയോഗിക്കണമേ. സർവശക്തനും യുക്തിജ്ഞനുമല്ലോ നീ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 3-4 ആഴ്ചകൾക്ക് ശേഷമാണ് നമ്മൾ ക്ലാസ് തുടരുന്നത്. അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് ക്ലാസ് നമുക്ക് തുടങ്ങാനായി. അൽഹംദുലില്ലാ. നമ്മൾ ഇബ്രാഹിം അലൈഹിസ്സലാം കഅബ പടുത്തുയർത്തിയതും മഖാം ഇബ്രാഹിമിന്റെ കാര്യവും ആ ഒരു വിഷയത്തിലാണ് ഇപ്പോ നമ്മൾ ക്ലാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 126 ആയത്തുകൾ കഴിഞ്ഞു. ഇന്ന് 127 മുതലാണ് തുടങ്ങുന്നത്. ഈ ഒരു ആദ്യത്തെ ആയത്തിന്റെ അർത്ഥത്തിലേക്ക് നോക്കാം. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ. വഇദ്, അതായത് ഓർക്കുക, ഇതിനൊന്നായിട്ടുള്ള അർത്ഥം ഓർക്കുക, ഈ മന്ദിരത്തിന്റെ ഭിത്തികൾ, അതായത് കഅബയുടെ ഭിത്തികളാണ് പറയുന്നത്. ഈ മന്ദിരത്തിന്റെ ഭിത്തികൾ പടുത്തുയർത്തവേ ഇബ്രാഹീമും ഇസ്മായിലും പ്രാർത്ഥിച്ചിരുന്നു, ഞങ്ങളുടെ നാഥ, ഞങ്ങളിൽ നിന്ന് ഈ എളിയ കർമ്മം കൈക്കൊള്ളേണമേ, അതായത് സ്വീകരിക്കണമേ. സകലരിൽ നിന്നും കേൾക്കുന്നവനും സകലതും അറിയുന്നവനുമല്ലോ നീ. അതായത് ഇതില് ഈ ഒരു ആയത്ത് വളരെ ചെറിയൊരായത്താണ്. ഒരുപാട് വാക്കുകൾ നമുക്ക് അറിയുന്നതാണ്. ഒരു വാക്കോ 2 വാക്കോ അറിയാത്തതായിട്ടുള്ളൂ. അപ്പൊ വഇദ് സന്ദർഭം, ആൻഡ് ഈദ് സന്ദർഭം, യർഫഉ റഫഅ യർഫഉ ഉയർത്തുക. യർഫഉ ഒരുപാട് തവണ ഖുർആനിൽ വരുന്ന വാക്കാണ് ഈ റഫഅ എന്നുള്ള വാക്ക്. ഉയർത്തി, യർഫഉ ഉയർത്തുന്നു. അപ്പൊ പടുത്തുയർത്തുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, കെട്ടിപ്പൊക്കുന്ന ആ ഒരു ഉയർത്തൽ. വൈദ് യർഫഉ ഉയർത്തിയ സന്ദർഭം. ആര്? ഇബ്രാഹിം നബി പടുത്തുയർത്തിയ ആ സന്ദർഭം. എന്ത്? അൽ ഖവാഇദ്. ഖവാഇദ് എന്ന് പറഞ്ഞ ഫൗണ്ടേഷൻ ആണ് പറയാ. ഒരു വീടിന്റെ തറ, അടിത്തറകൾക്കാണ് ഖവാഇദ്. ഈ ഖവാഇദ് എന്ന വാക്ക് വരുന്നത് ഖാഇദത്ത് എന്നതിന്റെ പ്ലൂറലാണ് ഖവാഇദ്. ഖാഇദത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ മഞ്ഞയില്, അതിന്റെ
വേർഡ് കൊടുത്തിട്ടുണ്ട്. ഖാഇദത്ത്, ഖവാഇദ്, ഫൗണ്ടേഷൻസ് എന്ന് പറയും. ഇതില് ഇത് പഠിക്കാൻ എളുപ്പത്തിന് ഖഅദ യഖഅദു ഖാഇദൂൻ എന്നൊക്കെ ഖുർആനിൽ ഒരുപാട് തവണ ഉണ്ട്. ഖഅദ എന്ന് പറഞ്ഞാൽ ഇരുന്നു എന്നാണ്. ഖഅദ യഖഅദു ഇരിക്കുന്നു, ഖാഇദൂൻ ഇരിക്കുന്നവർ. മദ്രസയിൽ മഖഅദ് എന്ന് പറഞ്ഞാൽ ബെഞ്ചിന് പറയുന്നതാണ്, ഇരിക്കുന്ന ആ ഒരു ഇതിന് പറയുന്നതാണ് മഖഅദ്. മഖഅദ് ആ ഒരു വാക്കിൽ നിന്ന് തന്നെയാണ് അൽ ഖവാഇദ്, ഇരിക്കുന്ന, അതായത് ഒരു ഇത് ഇരിക്കുന്ന ഒരു എന്തെങ്കിലും ഒരു സാധനം ഇരിക്കുന്ന ആ ഒരു സ്ഥലം, ഫൗണ്ടേഷൻ. അപ്പൊ വീടിരിക്കുന്ന ഒരു ഇതാണല്ലോ ഫൗണ്ടേഷൻ, അടിത്തറ. അപ്പൊ അൽ ഖവാഇദ് അടിത്തറകളെ പടുത്തുയർത്തിയ സന്ദർഭം. അപ്പൊ അൽ ഖവാഇദ് ഓർത്തു വെക്കാൻ എളുപ്പത്തില് നിങ്ങൾ അതിങ്ങനെ ആലോചിച്ചാൽ മതി. മഖാദ്, ഖാദ യഖഅദു എന്നുള്ള വാക്കിൽ ഇരിക്കുക എന്നുള്ളതിലാണ് ഫൗണ്ടേഷൻ. ഇപ്പൊ മിനൽ ബൈത്തി, ആ മന്ദിരത്തിൽ നിന്നുള്ള ആ ഒരു അടിത്തറകളെ കെട്ടിപ്പൊക്കിയ സന്ദർഭം. മിനൽ ബൈത്ത്, ഇവിടെ അൽ ബൈത്ത് എന്ന് പറയുന്നത് കഅബയാണ് പറയുന്നത്, അൽ ബൈത്ത്. അപ്പൊ ആ വീട്ടിൽ, ആ മന്ദിരത്തിൽ നിന്നുള്ള അടിത്തറകളെ പടുത്തുയർത്തിയ സന്ദർഭം. വാ ആൻഡ്, ആരും കൂടി കൂടെയുണ്ട്. വാ ആൻഡ് ഇസ്മായിൽ, ഇസ്മായിൽ നബിയും ഉണ്ട്. അപ്പൊ ആദ്യം ഇത് ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മായിൽ, ഇസ്മായിൽ നബിയും ഇബ്രാഹിം നബിയും കൂടി ആ മന്ദിരത്തിന്റെ അടിത്തറകൾ പടുത്തുയർത്തിയ സന്ദർഭം. ഇപ്പൊ ഇവിടെ ഖവാഇദും ഇർഫഉം മാത്രം നമ്മൾ ഓർത്തു വെക്കേണ്ടതുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് അറിയുന്നതാണ്, ബൈത്ത്, ബാക്കി രണ്ട് പേരുകളാണൊക്കെ. അപ്പൊ അങ്ങനെ അവർ പടുത്തുയർത്തുമ്പോ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് റബ്ബന തഖബ്ബൽ മിന്ന, റബ്ബന ഞങ്ങളുടെ നാഥാ, തഖബ്ബൽ മിന്ന, തഖബ്ബൽ എന്ന് പറഞ്ഞാൽ നീ സ്വീകരിക്കണമേ. തഖബ്ബൽ, നമ്മള് തഖബ്ബല എന്നുള്ള വാക്ക് തഖബ്ബല യതഖബ്ബലു എന്നാണ്. തഖബ്ബല എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചു, യതഖബ്ബലു സ്വീകരിക്കുന്നു. ഖുർആനിൽ ഒരുപാട് തവണ വന്ന വാക്കാണ് ഇത്, അല്ലെ? നമ്മള് തഖബ്ബൽ, അതിപ്പോ ഈദിനൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടുമ്പോ തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും എന്ന് പറയാറുണ്ട്. തഖബ്ബലല്ലാഹു, അള്ളാഹു സ്വീകരിക്കട്ടെ, മിന്നാ ഞങ്ങളിൽ നിന്നും, മിൻകും നിങ്ങളിൽ നിന്നും എന്നുള്ളതാണ്. അപ്പൊ തഖബ്ബൽ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കണമേ, മിന്നാ ഞങ്ങളിൽ നിന്നും, മിൻ എന്ന് പറഞ്ഞാൽ ഫ്രം, നാ ഞങ്ങൾ. അപ്പൊ മിന്ന എന്ന് പറയുമ്പോൾ ഞങ്ങളിൽ നിന്നും. റബ്ബന ഞങ്ങളുടെ നാഥാ, തഖബ്ബൽ മിന്ന ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ. ഇന്നക്ക തീർച്ചയായും നീ, ഇന്നക്ക അൻത നീ തന്നെയാണ്. എന്ത് അൻത എന്ന് പറഞ്ഞാൽ നീ തന്നെയാണ്. അസ്സമീഅ, അസ്സമീഅ എന്ന് പറഞ്ഞാൽ എല്ലാം കേൾക്കുന്നവൻ. അസ്മാഉൽ ഹുസ്നയിൽ പെട്ട പേരാണ് അസ്സമീഅ. അസ്സമീഅ, സമീഅ എന്ന് പറഞ്ഞാൽ കേട്ടു, അതിൽ നിന്നാണ് സമീഅ യസ്മഉ എന്നുള്ള വാക്കിലാണ് അസ്സമീഅ കേൾക്കുന്നവൻ. അപ്പൊ അള്ളാഹു അസ്സമീഅ എന്ന് പറഞ്ഞാൽ എല്ലാം കേൾക്കുന്നവനാണ്. അൽ അലീം, നീ എന്തുകൊണ്ടാണ് എല്ലാം അറിയുന്നവനുമാണ്. അലിമ യഅലമു എന്നുള്ള വാക്കിൽ നിന്നാണ് അലീം വരുന്നത്. അലിമ അറിഞ്ഞു, യഅലമു അവൻ അറിയുന്നു, അൽ അലീം അറിയുന്നവൻ. അതായത് അള്ളാഹു ആകുമ്പോൾ അൽ അലീമാണ്. അൽ എന്ന് വെച്ച് പറയുമ്പോൾ മാത്രമാണ് അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയാകുന്ന നാമങ്ങൾ പൂർത്തിയാക്കപ്പെടുക. വെറും അലീം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹ്ക്ക് യോജിച്ചതല്ല. അൽ അലീമാണ് അള്ളാഹ്. അതായത് എല്ലാം അറിയുന്നവനായിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ, അത് അള്ളാഹ് മാത്രമാണ്, അൽ അലീം അസ്സമിയ. ഓക്കെ, ഇതില് ഈ ആയത്തിന്റെ അർത്ഥം ഒന്നും കൂടി പറഞ്ഞു നോക്കൂ. വഇദ് യർഫഉ, വഇദ് സന്ദർഭം, യർഫഉ ഉയർത്തിയ പടുത്തുയർത്തിയ, അൽ ഇബ്രാഹിമു ഇബ്രാഹിം നബി, അൽ ഖവാഇദ അടിത്തറകൾ, ഫൗണ്ടേഷൻസ്, മിനൽ ബൈത്തി ആ മന്ദിരത്തിൽ നിന്നുള്ള, അതായത് കഅബയാണ് ഉദ്ദേശം. വ ഇസ്മായില ഇസ്മായിൽ നബിയും കൂടിയാണ് അത് ചെയ്യുന്നത്, രണ്ടുപേരും കൂടി. അപ്പൊ അവര് പ്രാർത്ഥിച്ചു, റബ്ബന ഞങ്ങളുടെ നാഥാ, തഖബ്ബൽ മിന്ന ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. ഇന്നക തീർച്ചയായും നീ എന്താണ്, അൻത നീ തന്നെയാണ്, അസ്സമീഉൽ അലീം എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും. ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു പ്രാർത്ഥന കൂടി അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, അതും കൂടി കഴിഞ്ഞിട്ട് പറയാം വിശദീകരണം. രണ്ടാമത് അവർ പ്രാർത്ഥിച്ചത് റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അതായത് രണ്ടാമത്തെ പ്രാർത്ഥന റബ്ബനാ, അതിന്റെ വാക്കർത്ഥം അതായത് നാഥാ ഞങ്ങൾ ഇരുവരെയും നിനക്ക് മുസ്ലിം, അതായത് മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം അനുസരണമുള്ളവൻ എന്നാണ്. മുസ്ലിമായ ദൈവദാസന്മാരാക്കണമേ. ഞങ്ങളുടെ സന്തതികളിൽ നിന്നും നിനക്ക് മുസ്ലിമായ ഒരു സമൂഹത്തെ എഴുന്നേൽപ്പിക്കണമേ.
ഞങ്ങൾക്ക് ഞങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾ അറിയിച്ചു തരണമേ, ഞങ്ങളുടെ വീഴ്ചകൾ മാപ്പാക്കി തരണമേ, ഏറെ മാപ്പരുളുന്നവനും കരുണാവാരിധിയുമല്ലോ നീ എന്നാണ് രണ്ടാമത്തെ പ്രാർത്ഥന. ഇതിലർത്ഥം നോക്കാം. റബ്ബന. ഈ പ്രാർത്ഥനകളൊക്കെ നമ്മൾ ഇതിന്റെ അർത്ഥം പഠിക്കുമ്പോൾ പല പ്രാർത്ഥനകളുടെ അർത്ഥം നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം പ്രാർത്ഥനകളിലെ വാക്കുകളൊക്കെ അധികം സമാനമായതായിരിക്കും. അപ്പൊ ഈ അർത്ഥങ്ങളൊക്കെ പഠിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ദുആകളുടെ അർത്ഥം കിട്ടും. റബ്ബന, ഞങ്ങളുടെ നാഥ, വജഅൽന, ആൻഡ് ആദ്യ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചല്ലോ അല്ലെ, റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്തസ് സമീഉൽ അലീം. ഇനി രണ്ടാമത്തെ പ്രാർത്ഥന ആൻഡ് ഞങ്ങൾ എന്താക്കണേ, ഇജഅൽന. ഇജാൽ എന്നുള്ള വാക്ക് ജാല ആക്കി, യജാലു ആക്കുന്നു. ഇജാൽ എന്ന് അള്ളഹാനോട് പറയണം, നീ ആക്കേണമേ. ഇജാൽ നാ, ഞങ്ങളെ അതായത് ഇബ്രാഹിം അലൈഹി സ്വലാം ഇസ്മായിൽ അലൈഹി സ്വലാമോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഞങ്ങളെ നീ ആക്കേണമേ എന്ത്, മുസ്ലിമൈനിലക്ക. മുസ്ലിമൈനി എന്ന് പറയുന്നത് എന്താണ് ഇവിടെ പറയുന്നത്, മുസ്ലിമൈൻ എന്ന് പറഞ്ഞ രണ്ട് മുസ്ലിംസ് ആണ് കേട്ടോ. മുസ്ലിം, മുസ്ലിമൈൻ, മുസ്ലിമൂൻ അല്ലെ. മുസ്ലിമൂൻ എന്ന് പറഞ്ഞൊരു കൂട്ടം മുസ്ലിങ്ങൾ. മുസ്ലിമൈൻ എന്ന് പറയുന്നത് എന്താണ്, രണ്ടുപേരാണല്ലോ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ മുസ്ലിമൈനി എന്ന് പറഞ്ഞ രണ്ട് മുസ്ലിങ്ങൾ, രണ്ടാളായതുകൊണ്ടാണ് മുസ്ലിമൈനി എന്ന് പറഞ്ഞത്. മുസ്ലിമാനി എന്നും പറയും. എന്തുകൊണ്ടാ അങ്ങനെ പറയാത്തതെന്ന് ചോദിച്ചാൽ ഗ്രാമറിലെ വ്യത്യാസമാണ്. മുസ്ലിമാനി മുസ്ലിമേനി. ഇത് മഫൂലും ബിയുടെ സ്ഥാനത്ത് വരുമ്പോ ഇങ്ങനെയാണ് വരിക, മുസ്ലിമൈനി എന്നാ പറയാ. മുസ്ലിമാനി എന്നുള്ളത് നമ്മൾ മർഫൂന്റെ ആയിട്ട് വരുമ്പോഴാണ്, ഗ്രാമർ അറിയുന്നവർക്ക് അറിയായിരിക്കും. മുസ്ലിമൈനി, ഞങ്ങള് രണ്ടുപേരെ ആക്കണമേ, മുസ്ലിങ്ങളാക്കണമേ, ലക്ക, നിനക്ക്. മുസ്ലിമൈൻ എന്ന് പറഞ്ഞ ശരിക്കും വാക്കിന്റെ അർത്ഥം എന്താണ്, അസ്ലമ യുസ്ലിമു എന്നുള്ളതാണ്. അസ്ലമ എന്ന് പറഞ്ഞാൽ കീഴ്പ്പെട്ടു, യുസ്ലിമു കീഴ്പ്പെടുന്നു, മുസ്ലിം എന്ന് പറഞ്ഞാൽ കീഴ്പ്പെട്ടവൻ എന്നാണ്. ആർക്ക് കീഴ്പ്പെട്ടവൻ, അള്ളാഹുവിന് കീഴ്പ്പെട്ട ഒരാളെയാണ് നമ്മൾ ശരിക്കും മുസ്ലിം എന്ന വാക്കിന് അർഹത ഉള്ളത്. ആ വാക്കിന് അർഹതപ്പെടുന്ന ശരിക്കും ജീവിതം കൊണ്ട് നമ്മുടെ എല്ലാ മുഴു ജീവിതവും അള്ളാഹുവിന് കീഴ്പ്പെടുമ്പോഴാണ് ഒരാൾ മുസ്ലിം എന്ന ആ വാക്കിന് ആപ്റ്റായിട്ട് വരുള്ളൂ. അപ്പൊ ഇവിടെ പ്രവാചകന്മാര് പ്രാർത്ഥിക്കുകയാണ്. പ്രവാചകന്മാരായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ദാസന്മാരാണ് പ്രാർത്ഥിക്കുന്നത്. മുസ്ലിമൈനിലക്ക, ഞങ്ങളെ രണ്ടുപേരെയും നിനക്കുള്ള മുസ്ലിങ്ങളാക്കണേ, അതായത് കീഴ്പ്പെടുന്നവരാക്കണമേ. ആൻഡ് ഞങ്ങളെ മാത്രമാക്കിയാ പോരാ, മിൻ ദുർരിയത്തിന, മിൻ ദുർരിയത്തിന. മിൻ എന്ന് പറഞ്ഞാൽ ഫ്രം, ദുർരിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, സന്തതികൾക്കാണ് പറയാ, സന്തതികള്. ദുര്രിയത്ത് ഞങ്ങളുടെ സന്തതികളിൽ നിന്നും കൂടി, സുര്രിയത്തിനാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സന്തതികളിൽ നിന്നും കൂടി എന്താക്കണമേ, ഈ മുസ്ലിമുകളാക്കണേന്ന്. ഒരു അമീൻ ദുര്രിയത്തിന ഉമ്മത്തം മുസ്ലിമത്തൻ ലക്ക. അതാ ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് എന്താണ് നീ ആക്കേണ്ടത്, ഒരു ഉമ്മത്ത്, ഒരു സമുദായത്തെ. ഉമ്മത്ത് എന്ന് പറഞ്ഞ സമുദായം, മുസ്ലിമത്തൻ ലക്ക. ആ സമുദായം എങ്ങനെയാണ്, മുസ്ലിമത്തായിരിക്കണം ലക്ക, നിനക്ക്. ഇവിടെ മുസ്ലിമത്ത് എന്ന് പറയുന്നത് സാധാരണ മുസ്ലിം എന്ന വാക്കിന് അർത്ഥം കൊടുക്കാതെ കീഴ്പ്പെട്ടവർ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറയേണ്ടത്. മുസ്ലിമത്തൻ ലക്ക, നിനക്ക് കീഴ്പ്പെട്ടതായിട്ടുള്ള ഒരു ഉമ്മത്തായിട്ടുള്ള ഒരു സന്തതികളാക്കണേ. ആ സന്തതികള്, ഞങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ആ സന്തതികൾ നീ എന്താക്കണം, ഉമ്മത്തം മുസ്ലിമത്തൻ ലക്ക, നിനക്ക് കീഴ്പ്പെട്ട ഒരു സമുദായമായ ഒരു ആക്കി മാറ്റണമേ. അങ്ങനെയുള്ള മുസ്ലിമത്തായ ഒരു സമുദായം ആക്കണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അവരുടെ പ്രാർത്ഥന എന്താണ്, റബ്ബന, ഞങ്ങളുടെ നാഥ. രണ്ടാമത്തെ പ്രാർത്ഥന ജാൽന, ഞങ്ങൾ നീ ആക്കണമേ, മുസ്ലിമൈനിലക്ക, ഞങ്ങളെ രണ്ടുപേരെയും നിനക്ക് കീഴ്പ്പെടുന്നവരാക്കണമേ. അത് മാത്രം പോരാ, വമി ദുര്രിയത്തിന ഉമ്മത്തം മുസ്ലിമത്തല്ലക്ക, ഞങ്ങളുടെ സന്തതികളിൽ നിന്നും ഒരു മുസ്ലിമായ, അതായത് നിനക്ക് കീഴ്പ്പെട്ട ഒരു സമുദായവും ഉണ്ടാക്കണമേ. ആൻഡ് പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യാണ്. ആൻഡ് അരിന എന്നുള്ള വാക്ക് ഇവിടെ വരുന്നുണ്ട്, ഞാനിവിടെ എഴുതിയിട്ടുണ്ട് മഞ്ഞതില്. യുരി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഷോ എന്നാണ്, ഷോ കാണിക്കുക. ഈ എന്നുള്ള വാക്കിനെ നമ്മൾ എന്നും എന്ന് ചിലർ തെറ്റിദ്ധരിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ കണ്ടു എന്നാണ്. എന്നാണ്, കാണുന്നു. എന്നുള്ള വാക്കിൻ്റെത് എന്നാണ്. പക്ഷെ എന്നുള്ള വാക്ക് അർത്ഥം ഷോ എന്നാണ്, കാണിക്കുക എന്നുള്ളതാണ്. യുരി എന്നാണ് അതിന്റെ മുതാരി വരട്ടെ. യുരീക്കഹുമുല്ലാഹു എന്ന ഖുർആനിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട്, യുരി. അപ്പൊ എന്നുള്ളതും എന്നുള്ളതും വ്യത്യാസം ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്ന് നമ്മൾ കണ്ടു, സി എന്നുള്ളതാണ്, സി കണ്ടു. എന്ന് പറഞ്ഞ ഷോ എന്നാണ്, കാണിക്കുക.
അപ്പൊ അരിന, ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ. അരിന, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവർ പ്രാർത്ഥിക്കുകയാണല്ലോ. അരിന, ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. മനാസിക്കന, ഞങ്ങളുടെ ആരാധനാ കർമ്മങ്ങളെ. മനാസിക് എന്ന വാക്ക് മൻസക്കിന്റെ പ്ലൂരലാണ് മനാസിക്. ആരാധനാ കർമ്മങ്ങൾക്കാണ് അത് പറയാ. മൻസക്ക്, മനാസിക്. ഇപ്പൊ ഈ ഹജ്ജിന്റെ ഒക്കെ കർമ്മങ്ങൾ പൊതുവെ മനാസിക് എന്നാ പറയാ, ആരാധനാ കർമ്മങ്ങൾ. അപ്പൊ അവര് രണ്ടുപേരും അള്ളാഹ് പ്രാർത്ഥിക്കുകയാണ്, അങ്ങനെ ഒരു ആരാധനാ കർമ്മം ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത് അള്ളാഹുവേ, നിനക്ക് നല്ല മുസ്ലിമായി ജീവിക്കണമെങ്കിൽ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. മനാസിക്കന, എങ്ങനെയാണ് നിന്നെ തൃപ്തിപ്പെടുത്തേണ്ടത് എന്നുള്ള ഒരു കർമ്മങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. മനാസിക്കന, ഞങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾ. വ ആൻഡ് തുബ് അലൈന, തുബ് എന്ന് പറഞ്ഞാൽ നീ എന്താണ്, പശ്ചാത്താപം സ്വീകരിക്കണേ എന്നാണ്. ഈ താബ യതൂബ്, എളുപ്പാണ്. താബ എന്നുള്ള അറിയാലോ, തൗവാബ്, പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ. അത്തവാബ് താബ എന്നുള്ള വാക്കാണ്. താബ തൗബ എന്നൊക്കെ അല്ലേ, തൗബ എന്നുള്ളതിന് നൗണ്. തൗബ എന്ന് പറഞ്ഞാൽ പശ്ചാത്താപം എന്നുള്ള നൗണായി. താബ എന്ന് പറഞ്ഞാൽ പശ്ചാത്തപിച്ചു, മടങ്ങി. ശരിക്കും അതിന്റെ വാക്കിന്റെ അർത്ഥം മടങ്ങി എന്നാണ്. താബ യതൂബു, മടങ്ങുന്നു, താബ. അപ്പൊ അങ്ങനെയാണ് തുബ് എന്നുള്ള വാക്ക്, അതിന്റെ അമ്രുഫീലാണ്. തുബ് അലൈന എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മേൽ നീ മടക്കം സ്വീകരിക്കണേ, ഞങ്ങളുടെ ആ ഒരു പശ്ചാത്താപം സ്വീകരിക്കണേ. തുബ് അല എന്നുള്ളത് ഒരു പ്രയോഗമാണ്, തുബ് അല. അപ്പൊ തുബ് അലൈന, ഞങ്ങളുടെ മേൽ എന്ത്, നീ പശ്ചാത്താപം സ്വീകരിക്കണേ. തുബ് എന്ന് പറയുന്നത് അള്ളഹാനോട് പറയാണ്, അമ്രുഫീലാണ്. അള്ളഹാനോട് റിക്വസ്റ്റ് ചെയ്യാണ്, അപേക്ഷിക്കുകയാണ്, ഞങ്ങളുടെ മടക്കം സ്വീകരിക്കണമേ, ഞങ്ങളുടെ മേലെ സ്വീകരിക്കണമേ. ഇന്നക്ക, തീർച്ചയായും നീ എന്താണ്, നീ തന്നെയാണ് അത്തവാബ്. അത്തവാബ് എന്ന് പറയുമ്പോ പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ, തൗവാബ്. തൗവാബാണ്. ഇന്നക്ക അന്ത തൗവാബുർ റഹീമാണ്. റഹീം എന്ന പരമകാരുണികൻ. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാം, അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ പ്രാർത്ഥനയുടെ അവസാനം കണ്ടോ, അസ്മാഉൽ ഹുസ്ന വെച്ചിട്ടാണ് ആ പ്രാർത്ഥന പ്രവാചകന്മാർ പോലും അവസാനിപ്പിച്ചിരിക്കുന്നത്. നമുക്കുള്ള ഒരു പാഠാണത്. പ്രാർത്ഥനകളിൽ അസ്മാഉൽ ഹുസ്നയുടെ പ്രയോഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അള്ളാഹുവിന്റെ കഴിവുകൾ, അള്ളാഹുവിന്റെ സിഫാത്ത്, അതായത് അള്ളാഹുവിന്റെ ഗുണഗണങ്ങളാണല്ലോ ഈ അസ്മാ ഉൽ ഹുസ്ന എന്ന് പറയുന്നത്. ഏറ്റവും നല്ല നാമങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഗുണഗണങ്ങളെ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിയ തരത്തിലുള്ള വാക്കുകളാണ് എന്ത്, അള്ളാഹിനെ തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന, ഖുർആനിലൂടെ പരിചയപ്പെടുത്തി തന്ന വാക്കുകളാണ് അസ്മാ ഉൽ ഹുസ്ന എന്ന് പറയുന്നത്. അതായത് അള്ളാഹുവിന്റെ ഗുണങ്ങൾ വെച്ചിട്ടുള്ള നാമങ്ങളാണ് അതൊക്കെ. അതിലെല്ലാത്തിലും അള്ളാഹിന്റെ ഗുണങ്ങൾ അടങ്ങിയവതാണ്. അപ്പൊ ഈ അള്ളാഹിന്റെ ഗുണങ്ങള് ഓരോ പ്രാർത്ഥനക്ക് അനുസരിച്ച് പ്രയോഗിക്കുക എന്നുള്ളതാണ് ഒരാളുടെ ഹിക്മത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ രോഗം ശിഫ നൽകാൻ പ്രാർത്ഥിക്കുമ്പോൾ അതിന് വേറെ അസ്മാഉൽ ഹുസ്ന. നമുക്ക് ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു, നമ്മളുടെ മനസ്സുകൊണ്ട് ഒരിക്കലും ചിന്തിച്ചാൽ അത് എങ്ങനെ സാധ്യമാകും, നമുക്ക് ഒരിക്കലും കിട്ടാത്ത ചില കാര്യങ്ങളുണ്ടാവും. അപ്പൊ അതിലൊക്കെ അള്ളാഹിന്റെ അൽ ഖദീറായ അള്ളാഹ്, എല്ലാത്തിനും കഴിവുള്ള, പവർഫുൾ ആയിട്ടുള്ള, അങ്ങനെ ഓരോരോ ഇതിനും ഓരോരോ പിന്നെ നാമങ്ങൾ ഉപയോഗിക്കണം എന്നാണ്. ഇപ്പൊ നമ്മളുടെ വേദന, ഉള്ളിലുള്ള വേദന ഒരു സൃഷ്ടിക്കും പറഞ്ഞാൽ അറിയാത്ത പല പ്രയാസങ്ങൾ നമുക്കുണ്ടാവും. മനുഷ്യർക്ക് പറഞ്ഞാൽ അത് മനസ്സിലാവില്ല, അവർക്കത് മനസ്സിലാവാനുള്ള കഴിവില്ല. അപ്പൊ അങ്ങനത്തെ അള്ളാഹു അൽ അലീമെ, അൽ അലീം, അള്ളാഹു എല്ലാം ഹൃദയത്തിലെ ഓരോ ഇതുപോലും അറിയുന്നവനെ, നിനക്ക് അറിയാലോ എന്റെ വേദന എന്നൊക്കെ പറഞ്ഞ് ഓരോ പ്രാർത്ഥനക്കും ഓരോന്ന് എടുത്ത് പറയുമ്പോഴാണ് അതിന്റെ ഒരു ഇത് ആപ്റ്റ് ആയിട്ടുള്ളത് വരിക, അസ്മാഉൽ ഹുസ്ന. അപ്പൊ ഇവിടെ ഇവര് പറഞ്ഞത്, അള്ളാഹുവേ ഇന്നക തുബ് അലൈന എന്നാണല്ലോ ചോദിച്ച ചോദ്യം. പ്രവാചകന്മാർ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ട എന്താണ്, തുബ് അലൈന, ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കണേ. എന്നിട്ട് അവിടെ പ്രയോഗിച്ച പ്രാർത്ഥനയുടെ അവസാനം അസ്മാഉൽ ഹുസ്ന എന്താണ്, ഇന്നക അന്ത തവ്വാബുർ റഹീം. കാരണം നീ കാരുണ്യമുള്ളവനാണ്, ഒപ്പം നീ എന്താണ്, പശ്ചാത്താപം ഒക്കെ സ്വീകരിക്കുന്നവനുമാണല്ലോ. നീ തന്നെ പരിചയപ്പെടുത്തിയതാണ് ഖുറാനിലൂടെ ഞങ്ങൾക്ക് എന്ത്, അത്തവാബാണ് നീ എന്ന്, പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണെന്ന്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തു വരണേ എന്നുള്ള. ഇവിടെ ഈ ആയത്തിന്റെ അർത്ഥം, നാഥാ ഞങ്ങൾ ഇരുവരെയും നിനക്ക് മുസ്ലിം, അതായത് അനുസരണമുള്ളവരായ ദേവദാസന്മാരാക്കേണമേ. രണ്ടാമത്തെ പ്രാർത്ഥന, ഒന്നാമത്തെ പ്രാർത്ഥന ആദ്യം കഴിഞ്ഞിട്ടോ, റബ്ബനാ തഖബ്ബൽ മിന്നാ എന്നായിരുന്നു. ഇത് രണ്ടാമത്തെയാണ്. മൂന്നാമത്തെ, ഞങ്ങളുടെ സന്തതികളിൽ നിന്നും നിനക്ക് മുസ്ലിമായ ഒരു സമൂഹത്തെ എഴുന്നേൽപ്പിക്കണം, ഉമ്മത്തം മുസ്ലിമത്തല്ലക്ക. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആരാധന, അരിനാ മനാസിക്കൻ, ആരാധന കർമ്മങ്ങൾ അറിയിച്ചു തരണേ, കാണിച്ചു തരണമേ. പിന്നെ ഞങ്ങളുടെ വീഴ്ചകൾ, തുബ് അലൈന, ഞങ്ങളുടെ വീഴ്ചകൾ മാപ്പാക്കി തരണേ. പിന്നെ ഇന്നകാന്ത തവ്വാബുർ റഹീമായ, പശ്ചാത്താപം സ്വീകരിക്കുന്നവനും റഹീമുമാണല്ലോ എന്നാണ് പറഞ്ഞത്. ഇത് റബ്ബന, ഇനി മൂന്നാമത്തെ ഒരു പ്രാർത്ഥനയും കൂടി പ്രാർത്ഥിക്കുന്നുണ്ട് ഇതില്.
അപ്പൊ ഇത് രണ്ടും പറഞ്ഞിട്ട് മറ്റേത് പറയാം. ഇതിവിടെ ഈ കഅബയുടെ പടുത്തുയർത്തുന്ന സമയത്താണ് ഈ പ്രവാചകന്മാർ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. കഅബയുടെ പുനർനിർമ്മാണത്തിൽ ഏർപ്പെടുമ്പോഴാണ് ഇബ്രാഹിം അലൈഹി സ്വലാമിന് ഇസ്മായിൽ അലൈഹി സ്വലാം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിരിക്കുന്നത്. ഈ ശരിക്ക് ഖവായിദ് എന്ന് പറഞ്ഞ ഒരു പടുത്തുയർത്തിയ എന്താണ്, ഫൗണ്ടേഷൻസ് ആണ്. ഇപ്പൊ ഖവായിദ് എന്ന വാക്കിന് ശരിക്കും അടിത്തറ എന്നതിലുപരി വേറൊരർത്ഥം കൂടിയുള്ളത് അടിസ്ഥാന സിദ്ധാന്തം, മൗലിക പ്രമാണം എന്നൊക്കെ. ഖായിദ എന്ന് കേട്ടിട്ടില്ലേ? ഖായിദ ഖായിദ എന്ന് പറയുന്നത് പിന്നെ ഖായിദ നൂറാനിയ എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങള്? ഖായിദ നൂറാനിയ ശരിക്ക് അതെന്താണ്? ഖായിദ എന്ന് പറയുന്നത് ശരിക്കും അടിസ്ഥാന സിദ്ധാന്തം, അതിന്റെ മൗലിക പ്രമാണം. ഖായിദ നൂറാനിയ എന്ന് പറയുന്നത് തജ്വീദ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം മക്കളെ പഠിപ്പിക്കുന്ന പുസ്തകത്തിന് ഖായിദ നൂറാനിയ എന്ന് പറയാറ്. ഈ ഖായിദ എന്ന് പറഞ്ഞാൽ ശരിക്കും മൗലിക പ്രമാണം, അതാണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഈ ഒരു പ്രാർത്ഥന, ഈ കഅബ ഉണ്ടാക്കുമ്പോ സാധാരണ ഒരു മനുഷ്യന്മാരൊരു വീടുണ്ടാക്കുന്ന പോലെ അല്ല ഇബ്രാഹിം അലൈഹി സ്വലാം ഇസ്മായിൽ അലൈഹി സ്വലാം ഈ കഅബ ഉണ്ടാക്കുന്നത്. അവരിത് ഉണ്ടാക്കുമ്പോഴേ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകളോടെയും ഒരുപാട് ഉദ്ദേശ ലക്ഷ്യങ്ങളോടും കൂടിയാണ് ഈ ഒരു കഅബ ഉണ്ടാക്കുന്നത്. അവരുടെ പ്രാർത്ഥനയിൽ നമുക്ക് മനസ്സിലാവും. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക, എന്നിട്ട് അവർ പ്രാർത്ഥിക്കുകയാണ് കുറെ പ്രാർത്ഥനകൾ. അപ്പൊ ഈ ഒരു വെറും ഒരു ശിലയുടെ നിർമ്മാണമല്ല, ഒരു ശിലകൾ ഇങ്ങനെ അടുക്കി വെച്ച് ഒരു അടിത്തറ എന്നുള്ളതിലപ്പുറം അതിലൊരു വലിയ ഒരു സമൂഹത്തെ മുന്നിൽ കണ്ടിട്ടാണ് അവരത് ചെയ്യുന്നത്. അപ്പൊ ഇതില് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റബ്ബന തഖബ്ബൽ മിന്ന എന്നാണല്ലോ ഇവര് പ്രാർത്ഥിച്ച പ്രാർത്ഥന. ഞങ്ങളുടെ നാഥ ഞങ്ങളും സ്വീകരിക്കണേ. അപ്പൊ ഈ സ്വീകരിക്കണേ എന്നുള്ളതിന് രണ്ട് അഭിപ്രായം പണ്ഡിതന്മാർ പറയുന്നുണ്ട്. റബ്ബന തഖബ്ബൽ എന്ത് സ്വീകരിക്കണം എന്നാണ് ഇവര് പറയുന്നത് എന്ന്. ഇവർ എന്ത് സ്വീകരിക്കാൻ, എന്താണ് സ്വീകരിക്കേണ്ടതെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല ഈ പ്രാർത്ഥനയിൽ. റബ്ബനാ തഖബ്ബൽ മിന്ന ദുആന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണേ, അമലന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ കർമ്മം സ്വീകരിക്കണേ എന്നായി. പക്ഷെ അങ്ങനെ ഒന്നും പറയാതെ റബ്ബനാ തഖബ്ബൽ മിന്ന ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ എന്ന് മാത്രം പറഞ്ഞിട്ടാണ് അവർ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത്. അപ്പൊ അത് എന്താണെന്ന് രണ്ടു തരത്തിലുള്ള അഭിപ്രായം ഉണ്ട്. ഒന്ന് പറയുന്നത് അവരുടെ ഈ കർമ്മം, അവര് ചെയ്യുന്ന പണി ഉണ്ടല്ലോ, അവര് ഇപ്പൊ ഈ പടുത്തുയർത്തുന്ന ആ പണി, ആ ഒരു കർമ്മം സ്വാലിഹായ അമലായി സ്വീകരിക്കണേ എന്ന് പണ്ഡിതന്മാർ ഒരഭിപ്രായം. രണ്ടാമത്തെ ഞങ്ങളുടെ ഈ പ്രാർത്ഥന ഉണ്ടല്ലോ, ഞങ്ങൾ ഇനി ദുആ ചെയ്യാൻ പോകുന്ന ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണേ എന്നാണ് മറ്റൊരു അഭിപ്രായം പറയുന്നത്. അപ്പോ അതില് ആദ്യത്തെ പണ്ഡിതന്മാർ ഇപ്പൊ പ്രാർത്ഥന സ്വീകരിക്കണം എന്നാണ് അഭിപ്രായം, അതായത് പ്രാർത്ഥന സ്വീകരിക്കണം എന്നാണ് അവർ ഉദ്ദേശിച്ചത് എന്ന് പറയുന്ന പണ്ഡിതന്മാർ പറയുന്ന കാരണം എന്താന്ന് വെച്ചാല്, പിന്നെ ഈ ഒരു കഅബ ഇവർ പടുത്തുയർത്തുന്നത് അള്ളാന്റെ കൽപ്പന പ്രകാരമാണല്ലോ. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ഇവരിത് ചെയ്യുന്നത്. അപ്പോ അങ്ങനെ ചെയ്യുന്ന ഒരു പണി എന്തിനാണ് പിന്നെ ഞങ്ങളുടെ ഈ കർമ്മം സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യം എന്താണ് എന്നാണ് ഈ ഒന്നാമത്തെ പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതായത് അവർ പറയുന്നത് അത് പിന്നെയും സ്വീകരിക്കാൻ പറയേണ്ട ആവശ്യമില്ല കർമ്മം, കാരണം അള്ളാഹിന്റെ കൽപ്പന പ്രകാരം ചെയ്തൊരു കർമ്മം വീണ്ടും സ്വീകരിക്കണേ എന്ന് പറയണ്ട, മറിച്ച് അവരുടെ ദുആ ആണ് അവർ അവിടെ ഉദ്ദേശിച്ചതെന്ന് പറയുന്നു. അങ്ങനെ പണ്ഡിതന്മാർക്കിടയിൽ ഒന്ന് രണ്ട് വ്യത്യാസം ഇവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ഏറ്റവും ഔചിത്യമായിട്ട് ഇവിടെ ഈ തഫ്സീറിൽ പറയുന്നത് കർമ്മവും പ്രാർത്ഥനയും സ്വീകരിക്കണേ എന്നുള്ള രണ്ടും കൂടി ഉദ്ദേശിച്ചാവാം എന്നാണ് ഇബ്രാഹിം അലൈഹി സ്വലാം ഉദ്ദേശിച്ചതെന്നാണ് വിചാരിക്കുന്നതാണ് കൂടുതൽ ശരിയെന്ന് പറയുന്നു. പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും കൂടുതൽ ശരി രണ്ട് കാര്യവും, അതായത് അവരുടെ ഈ ഒരു നിർമ്മാണ പ്രവർത്തനവും രണ്ടാമത് അവരുടെ പ്രാർത്ഥനകളും സ്വീകരിക്കണം. എന്തുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറയണം, കാരണം വെച്ചാൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഒരു കാര്യം ചെയ്യുകയാണെങ്കിലും അത് അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ട രീതിയിലായി എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഉറപ്പുണ്ടാവില്ലല്ലോ. അപ്പൊ അള്ളാഹ് ഒരു കാര്യം നമ്മള് അത് പറഞ്ഞിട്ട് നമ്മളത് ചെയ്യുമ്പോ അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിലും തൃപ്തിപ്പെടുന്ന രീതിയിലും ആയോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. അപ്പൊ അതുകൊണ്ടും ഈ കർമ്മം സ്വീകരിക്കണേ എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നും പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ രണ്ടും ആവാം എന്നാണ് റബ്ബന തഖബ്ബൽ മിന്ന എന്നതിൽ പറയുന്നത്. പിന്നെ ഉള്ളത് ഇവിടെ അലീമും സമീഉം എന്ന് പറയുന്ന രണ്ട് വിശേഷണങ്ങളാണ് പ്രാർത്ഥനയുടെ അവസാനം ഉപയോഗിച്ചത്. ഇന്നക അന്ത സമീഉൽ അലീം, എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമല്ലോ നീ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. അതായത് ഇബ്രാഹിം അലൈഹി സ്വലാം പ്രാർത്ഥിക്കുമ്പോൾ അനുയോജ്യമായ വിഷയം അള്ളാഹുവിന് സബറിനെ വാഴ്ത്തുകയും ചെയ്യുക, ഇത് പ്രാർത്ഥനയുടെ ഒരു ഉത്തമ മാതൃകയാണ് എന്നാണ് പറയുന്നത്. മനസ്സിലായില്ല? നമ്മൾ ഏത് പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴും അള്ളാഹുവിന്റെ ഗുണങ്ങൾ എടുത്ത് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം എന്ന്
മുസ്ലിങ്ങളെ മൊത്തത്തിൽ പഠിപ്പിക്കുകയാണ് ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇന്നക അന്ത സമീഉൽ അലീം, എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമല്ലോ എന്നുള്ളത്. ഇനി രണ്ടാമത്തെ പ്രാർത്ഥന, ഈ പ്രാർത്ഥന മനസ്സിലായല്ലോ. ഇത് ഒന്നാമത്തെ പ്രാർത്ഥന റബ്ബനാ തഖബ്ബൽ മിന്ന എന്നതിൽ പ്രാർത്ഥനയും അവരുടെ കർമ്മവും സ്വീകരിക്കണേ എന്നാണ് ഉചിതമായ അഭിപ്രായം എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പ്രാർത്ഥന അവർ പ്രാർത്ഥിച്ചത് റബ്ബന വജാൽന മുസ്ലിമൈൻ ലക, പഠിച്ചവനെ ഞങ്ങളെ നീ നിനക്കുള്ള കീഴ്പ്പെട്ടവരാക്കണമേ ഞങ്ങളെ രണ്ടുപേരെയും, പിന്നെ ഞങ്ങളുടെ സന്തതികളിൽ നിന്നും ഒരു മുസ്ലിമത്ത് ഉണ്ടാക്കണേ എന്നാണ്. ഇവിടെ ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് കീഴ്പ്പെട്ടവൻ, അസ്ലമ യുസ്ലിമു. ഇപ്പൊ അപ്പൊ ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ പ്രപഞ്ചത്തിലെ മുഴുവൻ സാധനങ്ങൾ മുസ്ലിമാണ്. അവരെല്ലാവരും സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, നക്ഷത്രങ്ങൾ, പിന്നെ അതുമായി ബന്ധപ്പെട്ട പ്രകൃതിയിലുള്ള എല്ലാ പുഴകളായിക്കോട്ടെ, മലകളായിക്കോട്ടെ, ഓരോ അണു ഒരു ഇല പോലും, മത്സ്യങ്ങളായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ, എല്ലാവരും മുസ്ലിങ്ങളാണ്. ഒന്നും മുസ്ലിമായിട്ട് മനുഷ്യരല്ലാത്ത മുഴുവൻ സൃഷ്ടികളും മുസ്ലിങ്ങളാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചു നോക്കൂ. എന്താണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ? അസ്ലമ യുസ്ലിമു മുസ്ലിം, അള്ളാഹുവിന് കീഴ്പ്പെട്ട ഒരു വസ്തുവിനെയാണ് നമ്മൾ മുസ്ലിം എന്ന വാക്കിന് അർഹത. അപ്പോ ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ സൂര്യനായിക്കോട്ടെ, രാവിലെ എഴുന്നേൽക്കുന്നതും ഉദിക്കുന്നതും അസ്തമിക്കുന്നതും മുഴുവൻ അള്ളാഹുവിന്റെ കൽപ്പനക്ക് പാത്രമായിട്ടാണ് പൂർണ്ണമായിട്ടും. 100% എന്ന് പറയില്ല, 1% പോലും അള്ളാഹിനെ ധിക്കരിക്കാൻ അവർക്ക് പറ്റുകയുമില്ല, അതിനുള്ള സ്വാതന്ത്ര്യവുമില്ല. അപ്പൊ അതാണ് മുസ്ലിം എന്ന വാക്ക്. പ്രകൃതി മുഴുവൻ മുസ്ലിമാണെന്ന് പറ. അതിലൊരു ആകെയുള്ള ഒരു എക്സെപ്ഷൻ ഈ മനുഷ്യര് മാത്രമാണ് മുസ്ലിം അല്ലാത്ത ഒരു ഗണമായിട്ട് അള്ളാഹിനെ ധിക്കരിച്ച് ജീവിക്കുന്ന ഒരേ ഒരു ജീവികൾ ഈ ലോകത്ത്. അപ്പോ ഇതില് മുസ്ലിമൈനിലക്ക എന്ന് പറയാൻ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയിൽ മനുഷ്യന് ഏറ്റവും ആദ്യം വെക്കേണ്ട അവന്റെ ഈമാനും ഇസ്ലാമും അള്ളാഹുവിനോടുള്ള ഭയഭക്തിയുമാണ്. അതായത് ഏതൊരാളാവട്ടെ, പണ്ഡിതനായിക്കോട്ടെ, പാമരനായിക്കോട്ടെ, പാപി ആയിക്കോട്ടെ, പുണ്യവാനായിക്കോട്ടെ, ഉയർന്നവനായിക്കോട്ടെ, താഴ്ന്നവനായിക്കോട്ടെ, ഏതൊരാളും ആദ്യം അള്ളാഹിനോട് പറയേണ്ടതാണ് സമർപ്പണമാണ്. മനസ്സിലായില്ല? അവിടെ സ്ഥാനത്തിന്റെ അല്ല, അള്ളാഹുവിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക് കണ്ടീഷൻ. ഒരാളുടെ എന്ത് കാര്യവും സ്വീകരിക്കണമെങ്കിൽ മുസ്ലിം ആവണം നമ്മൾ പറയാറില്ലേ? മുസ്ലിം അല്ലാത്ത ഒരാൾ എന്ത് ചെയ്താലും അത് അള്ളാഹ് സ്വീകരിക്കുമോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? കാരണം ബേസിക് ഒരു കാര്യം അള്ളാഹിന്റെ അടുത്ത് സ്വീകാര്യമാണല്ലോ. ഏറ്റവും ബേസിക് കണ്ടീഷൻ മുസ്ലിം ആവുക മനുഷ്യൻ എന്നുള്ളതാണ്. അള്ളാഹുവിൽക്ക് സമർപ്പിച്ചവനാവണം, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നവനായിരിക്കണം, എന്നാലേ അവിടെ സ്വീകാര്യത്തില്ല. അപ്പൊ ഏതൊരാളും ആദ്യമായിട്ട് സമർപ്പിക്കേണ്ടത് ഈ മുസ്ലിം, ഈ അവന്റെ വിശ്വാസമാണ്. അതായത് ഒരാളും തന്നെ ഇസ്ലാം തികഞ്ഞവനായി സ്വയം കരുതുന്നില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം ഇസ്മായിൽ നബിയും മഹാന്മാര പ്രവാചക വര്യന്മാരായിരുന്നു. അവർ മുഖേനയാണ് ഭൂലോകത്ത് ദീനുൽ ഇസ്ലാം സുപരിചിതമായും സ്ഥാപിതമായതും. അങ്ങനെയുള്ള ആ പുണ്യാത്മാക്കൾ പോലും തങ്ങളെ മുസ്ലിങ്ങളാക്കണമെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ അവര് പോലും, പ്രവാചകന്മാരെ അവര് പോലും, പടച്ചവനെ ഞങ്ങളെ നീ മുസ്ലിം ആക്കണേ. അതായത് അവർക്കറിയാം അവര് മുസ്ലിമാണ് എന്ന്. പക്ഷെ അവരുടെ ആ വിശ്വാസത്തെ, ആ സമർപ്പണത്തെ അവരിങ്ങനെ പുതുക്കും, ഇടക്കിടക്ക് പുതുക്കി പറയും, അള്ളാഹുവെ ഞങ്ങളെ മുസ്ലിമായി സ്വീകരിക്കണേ, സമർപ്പിക്കപ്പെട്ടവരായി സ്വീകരിക്കണേ എന്ന് പ്രവാചകന്മാരായ അവരാണ് പറയുന്നത്. അപ്പൊ അത് നോക്കുമ്പോൾ നമ്മളെപ്പോലെയുള്ള മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു എന്നതിന്റെ പേരിൽ മാത്രം ഞാൻ മുസ്ലിം ആണെന്ന് വിചാരിച്ച് നടക്കുന്ന, എന്റെ കർമ്മങ്ങളെല്ലാം അള്ളാഹുവിൽ സ്വീകാര്യമാണെന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാനാണ് ഇവിടെ പറയുന്നത്. കാരണം പ്രവാചകന്മാര് പോലും അവരുടെ ഇസ്ലാം, ആ വിശ്വാസം, ഇസ്ലാം എന്ന് പറയുന്നത് മുസ്ലിം എന്നുള്ള വാക്കിൽ നിന്ന് വരുന്നതാണല്ലോ, അത് അവർ ഇടയ്ക്കിടയ്ക്ക് പുതുക്കിയിരുന്നു. ഇബ്രാഹിമും ഇസ്മായിൽ നബിയും തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ചരിത്രപ്രധാനമായ മുഹൂർത്തത്തിലാണ്, തങ്ങളുടെ ദൗത്യത്തിന്റെ പ്രവർത്തന കേന്ദ്രം കെട്ടിപ്പടുക്കുന്ന വേളയിലാണ് ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. ഇവര് പ്രാർത്ഥിച്ചത് ഒരിക്കലും യഹൂദരാക്കാനോ നസ്രാണിയാക്കാനോ അല്ല. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അവര് പ്രാർത്ഥിച്ചത് ഞങ്ങളെ മുസ്ലിം ആക്കണേ എന്നാണ്. സാധാരണ ഈ യഹൂദന്മാരും ക്രിസ്ത്യാനികളും പറയാറുണ്ട്, നിങ്ങൾ നസ്രാണി ആയാൽ മാത്രമേ സ്വർഗത്തിലേക്ക് പോവുള്ളൂ, നസ്രാണി ആവണം, ഞങ്ങൾ യഹൂദന്മാർ എത്ര ആയാലും നരകത്തിലേക്ക് പോയാലും അള്ളാഹിന്റെ ഇഷ്ടദാസന്മാരായതുകൊണ്ട് കുറച്ചു ദിവസം കഴിഞ്ഞാൽ നരകത്തിൽ ഞങ്ങൾ പുറത്തു വരുമെന്നും ഞങ്ങൾ സ്വർഗത്തിലേക്ക് ആക്കപ്പെടുമെന്നും അവർ വിശ്വസിക്കുകയും സൂറത്തുൽ ബഖറയിൽ ഇത് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഈ ഇബ്രാഹിം നബി അങ്ങനെ പ്രാർത്ഥിച്ചില്ല? അങ്ങനെയെങ്കിൽ
ഞങ്ങളെ നസ്രാണി ആക്കണേ എന്ന് പ്രാർത്ഥിക്കാതെ മുസ്ലിം ആക്കണേ എന്നാ പ്രാർത്ഥിച്ചിരിക്കുന്നത്. അപ്പൊ മുസ്ലിം എന്ന വാക്ക് എന്ന് പറയുന്ന ആ വ്യക്തി ഏത് എന്നുള്ളതിനപ്പുറം അള്ളാഹുൽ സമർപ്പിക്കപ്പെട്ട ഒരാളെയാണ് മുസ്ലിം എന്ന് പറയുന്നത്. അപ്പൊ അവർ പ്രാർത്ഥിച്ച ആ വാക്ക് വളരെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രാർത്ഥന നടക്കുമ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ പ്രാർത്ഥന വമിൻ ദുര്രിയത്തിന എന്നാണ്. ഞങ്ങളുടെ സന്തതികളിൽ നിന്നൊരു ഉമ്മത്തം മുസ്ലിമത്തൻ ലക്ക, ഞങ്ങൾക്ക് ഒരു ഉമ്മത്തിനെ ഉണ്ടാക്കണേ, മുസ്ലിമത്തല്ലക്ക ഒരു മുസ്ലിമായ ഒരു ഉമ്മത്തിനെ ആക്കണമേ ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് പറയുന്നുണ്ട്, സന്തതികളിൽ നിന്ന്. പക്ഷെ ഇവിടെ പ്രാർത്ഥിക്കുമ്പോ രണ്ടു പേരാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്, ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിൽ. അവിടെ ഇസ്ഹാഖ് നബി ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ രണ്ടുപേരുള്ളത് ഇബ്രാഹിം നബിയും തന്റെ രണ്ട് പുത്രരിൽ ഇസ്മായിൽ എന്ന പുത്രനാണ് അവിടെ ഉള്ളത്. ഇസ്മായിൽ നബി എന്ന പുത്രൻ മാത്രമാണ്. ഇവര് രണ്ടുപേരുമാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഈ പ്രാർത്ഥനയുടെ അവരിൽ അതിൽ നിന്ന് പറയുന്നുണ്ട്, അവർ പ്രാർത്ഥന ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് പറയുമ്പോ ഇസ്മായിൽ സന്തതികളിൽ നിന്നാണ് അവർ പ്രാർത്ഥിച്ചത് എന്നാ പറയുന്നത്. മനസ്സിലായോ? ഇസ്ഹാഖ് നബി അവിടെ ഇല്ല. ഇസ്ഹാഖ് നബിയുടെ സന്തതി പരമ്പരകളിൽ നിന്നാണ് മറ്റേ യാക്കൂബ് നബി മുതല് ആ ബനു ഇസ്രായേലർ മൊത്തം വരുന്നത് ഇസ്ഹാഖ് എന്ന സന്തതി പരമ്പരയിൽ നിന്നാണ്. പക്ഷെ ഇസ്മായിൽ സന്തതികളിൽ നിന്ന് വരുന്ന പ്രവാചകൻ ഒറ്റ പ്രവാചകനേ ഉള്ളൂ, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പൊ ഈ പ്രാർത്ഥനയുടെ ഫലമാണ് നമ്മുടെ മുഹമ്മദ് നബി പ്രവാചകനായി വരുന്നതിന്റെ ഉത്തരം കിട്ടുന്നത്. ഈ ഒരു പ്രാർത്ഥനയുടെ ഉത്തരമായിട്ടാണ് അങ്ങനെ വരുന്നത് എന്നാണ്. ബാക്കി ഒന്നുമല്ല, അവസാന അന്ത്യപ്രവാചകന് വരുന്ന ഈ പ്രാർത്ഥനയുടെ ഉത്തരമാണ്. അപ്പൊ ഇതില് ഇവർ രണ്ടുപേരും പ്രാർത്ഥിച്ചത് കൊണ്ട് ഇസ്മായിൽ സന്തതികളിൽ നിന്നാണ് അങ്ങനെയുള്ള ഒരു ഉമ്മത്തും മുസ്ലിമത്തും ഉയർന്നു വരുന്നതും അതിൽ നിന്നൊരു പ്രവാചകൻ വരുന്നതും എന്നാണ് പറയുന്നത്. അതുപോലെ ഇവിടെ ഈ മനാസിക് എന്ന് പറയുമ്പോൾ നമ്മള് മറ്റൊരു പ്രാർത്ഥന എന്ന് പറയുന്നത് വരിന മനാസിക്കനാന്ന് കണ്ടല്ലോ. മനാസിക് എന്നുള്ള വാക്ക് വരുന്നത് നുസുക്ക് ഇല്ലേ, നുസുക്ക്. ഈ പിന്നെ മദീനയിൽ നുസുക്കാപ്പ് ഇല്ലേ, നുസുക്കാപ്പ്. നുസുക്ക് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ശരിക്കും ബലി എന്നുള്ളതാണ്. ബലി, ശുദ്ധീകരിക്കുക, കഴുകുക എന്നൊക്കെയുള്ള വാക്കിൽ നിന്നാണ് ഈ നുസുക്ക് എന്ന് പറയുന്നത്, ശുദ്ധീകരിക്കുക. അപ്പൊ നമ്മൾ ബലിക്ക് സാധാരണ ബലി എന്ന അർത്ഥത്തിൽ നുസുക്ക് എന്ന പദം ഉണ്ടായി, നുസുക്ക്. അപ്പൊ ഈ ബലികർമ്മം ചെയ്യുന്നത് ശരിക്കും എന്തിനാണ്? എല്ലാ പാപങ്ങളിൽ നിന്നും സ്വന്തം ശുദ്ധീകരിക്കാനാണ് ഈ ബലികർമ്മം ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് അറിയാലോ അല്ലെ, ഈ നമ്മൾ ഈ പ്രായശ്ചിത്തായിട്ടൊക്കെ ചെയ്യും ബലികർമ്മം. ഈ ഹജ്ജിലൊക്കെ എന്തെങ്കിലുമൊക്കെ, ഹജ്ജിലോ അല്ലെങ്കിൽ ഉംറയിലോ നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഇഹ്റാമിൽ നിന്ന് ചെയ്യരുതാത്തതായ എന്തെങ്കിലും ചെയ്തു പോയാൽ അതിനുള്ള പ്രായശ്ചിത്തം ബലി കൊടുക്കലാണ്. അപ്പൊ ബലി കൊടുക്കൽ ഒരു പ്രായശ്ചിത്തം എന്ന് പറയുന്നത് നമ്മളെ ചെയ്ത തെറ്റിൽ നിന്ന് നമ്മൾ ശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതിന് ആ അർത്ഥത്തിൽ നുസുക്ക് എന്നതിന് ബലി എന്നുള്ള അർത്ഥമുണ്ട്. അപ്പൊ ഇവിടെ മൻസക്ക് എന്ന് പറയുമ്പോൾ ബലിസ്ഥലം, യാഗപീഠം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് മൻസക്ക് എന്ന പദം ഉണ്ടാകുന്നത്. അതിന്റെ ബഹുവചനമാണ് മനാസിക്. അപ്പൊ ഈ ഹജ്ജിന്റെ എല്ലാ അനുഷ്ഠാന കർമ്മങ്ങളും ആചാരങ്ങളും ഉൾക്കൊള്ളുന്നതിനാണ് ഈ മനാസിക് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇവര് ചോദിക്കുന്ന ആരാധന കർമ്മങ്ങൾ എന്ന് പറയുന്നത് ഹജ്ജ് കർമ്മങ്ങളായ ആ കർമ്മങ്ങളാണ്. കണ്ട മനാസിക് എന്നാണ് ഹജ്ജിന്റെ ആ ഒരു മിനായില് പോയി, പിന്നെ കഴിഞ്ഞ അറഫയില് പോയി, പിന്നെ അത് തവാഫ് മക്കത്ത് പോയി, കല്ലെറി, ഇതൊക്കെ കുറേ കർമ്മങ്ങൾ ഉണ്ടല്ലോ കാണിച്ചു തരാൻ പറ. ആ കർമ്മങ്ങൾക്ക് മൊത്തത്തിൽ മനാസിക് എന്നാണ് ഉപയോഗിക്കുക. മനാസിക്, വാരിന മനാസിക്കന. അപ്പൊ അതാണ് ഒരു പ്രാർത്ഥന. അങ്ങനെ വാരിന മനാസിക്കന വത്തുബാലൈന, ഞങ്ങളിൽ നീ പശ്ചാത്താപം സ്വീകരണി, ഇന്നകാന്ത തൗവാബുർ റഹീം എന്നാണ് ഇതില് പറയുന്ന അത്. ഇനി അവസാനത്തെ ഒരായത്തും കൂടി ഉണ്ട്. ഇത് മനസ്സിലായല്ലോ. റബ്ബന വജഅൽന മുസ്ലിമീൻ ലക, ഞങ്ങൾ രണ്ടുപേരെയും മുസ്ലിമീൻ ആക്കണേ. എന്തുകൊണ്ടാ പ്രവാചകന്മാർ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എപ്പോഴും മുസ്ലിം ആണെന്നുള്ളത് ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കണം. വമിൻ ദുരിയത്തിന, ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് ഉമ്മത്ത മുസ്ലിമത്ത് ഉണ്ടാക്കണമേ. വരിന മനാസികന വതുബാലിന ഇന്നക തവ്വാബുർ റഹീം. ഇതില് ഇനി അവസാനത്തെ പ്രാർത്ഥന, റബ്ബന വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. റബ്ബന, മൂന്നാമത്തെ പ്രാർത്ഥന കേട്ടോ. ഒരു അവസാനം 3 ആയത്തുകളിലായിട്ട് ആ പ്രാർത്ഥന ഉള്ളത്. റബ്ബന, ഞങ്ങളുടെ നാഥ, വബ്അസ് അയ്യോ ഒരു മിനിറ്റ്, അതായത് ഞങ്ങളുടെ നാഥ, ഈ ജനത്തിൽ അവരിൽ നിന്ന് തന്നെ നിന്റെ വചനങ്ങൾ കേൾപ്പിക്കുകയും ഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കുകയും അവരുടെ ജീവിതത്തെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു ദൂതനെ നിയോഗിക്കണമേ. സർവശക്തനും യുക്തിമാനുമല്ലോ നീ എന്നാണ് അവസാനത്തെ പ്രാർത്ഥന. അതില് നോക്കൂട്ടോ, റബ്ബന, ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ നാഥ, വാ ആൻഡ്, അടുത്ത പ്രാർത്ഥന കേട്ടോ, കണ്ടിന്യൂ ചെയ്യാണ്. വാ എന്ന് പറയുന്നത് ആൻഡ്
ഇബ്ആസ് എന്നുള്ളതിന്റെ വാക്ക് എന്താ? ബഅസ യബഅസു എന്നാണ്. ഉയർത്തെഴുന്നേൽപ്പിക്കുക, നിയോഗിക്കുക എന്നൊക്കെ പറയും. ബഅസ യബഅസു, ബഅസ യബഅസു, നിയോഗിക്കുക. വബ്അസ്, നീ നിയോഗിക്കണമേ, ഫീഹിം, അവരിൽ നിന്ന്. അവരിൽ നിന്ന് പറയുന്നത് ആരിൽ നിന്നാന്ന് പറയാം? മേലെ ആരെ കുറിച്ചാ പറഞ്ഞ? ഒരു ഉമ്മത്ത മുസ്ലിമത്ത് ഉണ്ടാക്കണേ പറഞ്ഞില്ലേ? ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് ഒരു ഉമ്മത്ത മുസ്ലിമത്ത്. ആ ഉമ്മത്ത മുസ്ലിമത്ത് എന്ന് പറയുന്ന ആ മുസ്ലിമത്തിനെയാണ് ഫീഹിം, അവരിൽ നിന്നെന്ന് പറയുന്നത്. ഫീ ഇൽ ഹിം, അവർ എന്ന് പറയുന്ന ഉമ്മത്ത മുസ്ലിമത്തിൽ നിന്ന് റസൂലൻ, ഒരു റസൂലിനെ, ഒരു ദൂതനെ, മിൻഹും, അവരിൽ നിന്നു തന്നെയുള്ള. മിൻഹും, ഇതൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ. മിൻ എന്ന് പറഞ്ഞാൽ ഫ്രം ഹും, അവർ, മിൻഹും, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ അവരിൽ നിന്ന് നീ എന്താക്കണേ? നിയോഗിക്കണമേ. ഇത് പ്രവാചകനെ കുറിച്ചാ പറയണത്. ആ പ്രവാചകൻ എങ്ങനെയായിരിക്കണം? ആ റസൂല് യത്ലൂ അലൈഹിം ആയാത്തിക്ക. യത്ലൂ എന്നുള്ള വാക്ക് പഠിക്കാൻ എളുപ്പമാണ്. തിലാവത്ത്, തിലാവത്ത് എന്താ? പാരായണം, ഓതൽ, ഓതുന്നതിനാ തിലാവത്ത് എന്നറിയാം അല്ലെ? അപ്പൊ തലാ യത്ലൂ എന്നുള്ള വാക്കാണ്. തലാ പാരായണം ചെയ്തു, അല്ലെങ്കിൽ ഓതി, യത്ലൂ പാരായണം ചെയ്യുന്നു. തിലാവത്ത് എന്ന് പറഞ്ഞ പാരായണം. അപ്പൊ യത്ലൂ, അവൻ ഓതുന്നു, അദ്ദേഹം ഓതുന്നു, ഓതി കൊടുക്കുന്നു. അലൈഹിം, അവരുടെ മേൽ. ആരുടെ മേൽ? ഈ ഉമ്മത്തിന്റെ മേൽ. അലൈഹിം, അവരുടെ മേൽ. ആയാത്തിക്ക, ആയാത്ത്, ആയത്തിന്റെ പ്ലൂറലാണ് ആയാത്ത്. ആയാത്തിക്ക, നിക്ക എന്ന് പറഞ്ഞാൽ നിന്റെ, നിന്റെ ആയത്തുകൾ അവരുടെ മേൽ ഓതി കേൾപ്പിക്കുന്ന ഒരു റസൂലിനെ നിയോഗിക്കണമേ. എന്തൊരു എളുപ്പ പഠിക്കാൻ നോക്കി. ഇതിലാകെ യത്ലു എന്നുള്ള വാക്ക് ചെറിയൊരു പഠിക്കാനുള്ളൂ. ഓക്കെ, റബ്ബന ബാസ എന്നുള്ള വാക്കും നിയോഗിക്കുക. ബാക്കിയെല്ലാം അറിയുന്നത്. റബ്ബന, ഞങ്ങളുടെ നാഥ, വബഅസ്, നിയോഗിക്കണമേ, ഫീഹിം, അവരിൽ നിന്നുള്ള റസൂലൻ, റസൂലിനെ, മിൻഹും, അവരിൽ നിന്ന് തന്നെയുള്ള, യത്ലൂ, അദ്ദേഹം ഓതി കേൾപ്പിക്കുന്നു, അലൈഹിം, അവരുടെ മേൽ, ആയാത്തിക്ക, നിന്റെ ആയത്തുകൾ. മനസ്സിലായില്ലേ? ആൻഡ് എന്തും കൂടി വേണം, ഓതി കേൾപ്പിച്ചാൽ മാത്രം പോരാ. യുഅല്ലിമുഹും, യുഅല്ലിമു എന്ന വാക്ക് അല്ലമ എന്നുള്ളതാണ്. അല്ലമ എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചു. ഇത് ഓർത്തു വെക്കാൻ നല്ല എളുപ്പമാണ്. മുഅല്ലിം എന്ന് പറഞ്ഞാൽ എന്താണ്? മുഅല്ലിം എന്ന് പറഞ്ഞാൽ മദ്രസ അധ്യാപകരെയൊക്കെ പണ്ട് മുഅല്ലിം എന്ന് പറയാറുണ്ട് അല്ലെ? മുഅല്ലിമും മുഅല്ലിമത്തും. മുഅല്ലിം എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്ന ആൾക്ക് പറയുന്നതാണ് മുഅല്ലിം. അപ്പൊ ആ വാക്ക് വരുന്ന എവിടുന്ന? അല്ലമ യുഅല്ലിമു എന്നാണ്. അല്ലമ പഠിപ്പിച്ചു, യുഅല്ലിമു പഠിപ്പിക്കുന്നു, മുഅല്ലിം പഠിപ്പിക്കുന്നവൻ. അപ്പൊ ഇവിടെ യുഅല്ലിമു, അവൻ അദ്ദേഹം പഠിപ്പിക്കുന്നുഹും, അവരെ. മനസ്സിലായോ? അവരെന്ന് പറഞ്ഞാൽ ആരെയാണ്? ഈ ഉമ്മത്തിന്, മുസ്ലിമത്ത് അവരുണ്ടാക്കുന്ന, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുണ്ടായി വരുന്ന ഉമ്മത്ത് മുസ്ലിമത്തിനെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു റസൂലാണ് വേണ്ടത്. വയുഅല്ലിമുഹുമുൽ കിതാബ്, എന്താണ് പഠിപ്പിക്കേണ്ടത്? അൽ കിതാബ്, വേദം, പുസ്തകം. കിതാബ് എന്ന് പറഞ്ഞ പുസ്തകം. ആൻഡ് അൽ ഹിക്മത്ത, തത്വജ്ഞാനവും പഠിപ്പിക്കണം. ഹിക്മത്ത് പറഞ്ഞാൽ ഹിക്മത്ത് തന്നെ. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ തത്വജ്ഞാനം. ഹക്കീം, ഹിക്മത്ത്. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ വിജ്ഞാനം എന്ന് പറയുന്നത് സാധാരണ വിജ്ഞാനത്തിനല്ല ഹിക്മത്ത് പറയുന്നത് കേട്ടോ. നല്ല തത്വജ്ഞാനി എന്ന് പറയുന്നത് എന്താണ്? നല്ല ഹിക്മത്തോടു കൂടിയുള്ള, അള്ളാഹിന്റെ വിജ്ഞാനം മുഴുവൻ ഹിക്മത്ത് ഉള്ളതാണ്. ഇപ്പൊ ചില മനുഷ്യർക്ക് ഉണ്ടാവും ഹിക്മത്തുള്ള വിജ്ഞാനം, ഹിക്മത്ത്. പിന്നെ യുസക്കീഹിം, ആൻഡ് യുസക്കീഹിം, യുസക്കീഹിം, അദ്ദേഹം എന്തും കൂടി ചെയ്യണം. യുസക്കി, സക്ക എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം സംസ്കരിക്കുക. സംസ്കരിക്കുക എന്ന് മാത്രമല്ല, വളർത്തുക എന്നുള്ള അർത്ഥവും, രണ്ടർത്ഥവും ഉണ്ട്. അപ്പൊ അവര് സംസ്കരിച്ചു വളർത്തണം, വളർത്തുകയും വേണം. സക്ക, യുസക്കി. അപ്പൊ യുസക്കിഹിം, അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന പ്രവാചകനാവണം. ഇന്നക അൻതൽ അസീസുൽ ഹക്കീം, ഇന്നക, തീർച്ചയായും നീ, നീ തന്നെയാണ്, അൽ അസീസ് ആണെന്ന് പറഞ്ഞാൽ പ്രതാപവാനാണ്, അൽ ഹക്കീം ആണെന്ന് പറഞ്ഞാൽ അള്ളാഹു എന്താണ്? തത്വജ്ഞാനിയാണ്, ഹക്കീം. അപ്പൊ ഈ ആയത്തിന്റെ അർത്ഥം വളരെ എളുപ്പമാണ്, നല്ല എളുപ്പമാണ്. വളരെ കുറച്ച് വാക്കുകളെ പഠിക്കാനുള്ളൂ. സക്ക എന്ന് പറഞ്ഞാൽ സംസ്കരിക്കുക. സക്ക, സക്കാത്ത് കേട്ടിട്ടില്ലേ? സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും സംസ്കരിക്കുകയാണ്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ സക്കാത്ത് നൽകുന്നതിലൂടെ മനുഷ്യന്റെ സ്വന്തം ധനം സംസ്കരിക്കപ്പെടുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അങ്ങനെ സക്ക എന്നുള്ള അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. സക്കി, സംസ്കരിക്കുക. ജക്കിയ എന്ന് പേരുണ്ട് അല്ലെ? ബാസ യബാസു. അപ്പൊ അതുപോലെ റബ്ബന അവര് പ്രാർത്ഥിച്ചത് വബാസ് ഫീഹിം റസൂലൻ, ഒരു റസൂലിനെ അവരിൽ നിന്ന് എഴുന്നേൽപ്പിക്കണം, മിൻഹും, അവരിൽ നിന്നുള്ള, യത്ലു, അദ്ദേഹം പാരായണം ചെയ്യുന്നു, അലൈഹിം, അവരുടെ മേൽ, ആയാത്തിക്ക, നിന്റെ ആയത്തുകൾ, വയുഅല്ലിമുഹും, അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു, അൽ കിതാബ വൽ ഹിക്മത്ത, വേദവും തത്വജ്ഞാനവും, വയുസക്കീഹിം, അവരെ സംസ്കരിക്കുകയും ചെയ്യുന്നു, ഇന്നക അൻതൽ അസീസുൽ ഹക്കീം, നീയാണെന്ത്? അൻതൽ അസീസാണ്, അൽ ഹക്കീമാണ്. ഇവിടെ
ഈ അവരെന്ന് പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞു, ഫീഹിം എന്ന് പറയുന്നത് ഉമ്മത്തും മുസ്ലിമത്താണ്. അവര് അള്ളാഹു ഇവർ പ്രാർത്ഥിക്കുന്ന ആ ഒരു അവരിൽ നിന്നുള്ളത് ഉമ്മത്ത് മുസ്ലിമത്താണ് ഇവിടെ ഫീഹിം എന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇസ്മായിൽ അലൈഹിസ്സലാമാണ് ഇവിടെ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിലുള്ളത്. അതുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഉത്തരമായിട്ടാണ് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ സന്തതിക പരമ്പരകളിൽ നിന്ന് മുഹമ്മദ് നബി എന്ന റസൂലും ഇങ്ങനെയുള്ള ഇത് ഈ സൂറത്തേത് സൂറത്തിലുണ്ട്, സൂറത്തുൽ ജുമായിലുണ്ട് സെയിം ആയത്ത്. ബാസ ഫീഹിം റസൂലും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വഇൻ കാനൂ മിൻ ഖബ്ലി ലഫീ ളലാലിൻ മുബീൻ എന്ന് പറഞ്ഞ സൂറത്തുൽ ജുമയിൽ. അത് ഈ റസൂലിന്റെ ഇതേ ആയത്താണ്. അവിടെ ആ റസൂലിനെ എഴുന്നേൽപ്പിച്ചു എന്നുള്ള ഞാൻ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള റസൂലിനെ എഴുന്നേൽപ്പിച്ചു എന്നുള്ള ഈ പ്രാർത്ഥനയുടെ ഉത്തരമായിട്ട് അവിടെ ആ സൂറത്തുൽ ജുമായില് തുടക്കത്തിലുണ്ട്. അപ്പൊ ഈ റസൂല് അങ്ങനെയാണ് അവിടെ പറയുന്ന ആയത്തിൽ പറയുന്ന നിരക്ഷരർക്കിടയിൽ എഴുത്തും വായന അറിയാത്ത ഉമ്മിയരിൽ നിന്നാണ് അവരിൽ ദൈവദൂതൻ അള്ളാഹു അവരിൽ നിന്ന് ശരിക്കും കുറേശികളായ ആളുകൾ അവര് അക്ഷരജ്ഞാനമില്ലാത്ത സമൂഹത്തിൽ വളരെ താഴ്ന്ന നിലയിലുള്ള എഴുത്തും വായന അറിയാത്ത ഒരു കൂട്ടരായിരുന്നു. എന്നിട്ടും അവരിൽ നിന്ന് തന്നെ അള്ളാഹു ഈ പ്രാർത്ഥന ഉത്തരമായിട്ട് ഒരാളെ റസൂലായിട്ട് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ഇവിടെ പിന്നെ മെയിനായിട്ട് ഈ ഒരു ആയത്ത് 3 കാര്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. ഇസ്ലാമിന്റെ 3 അസ്ഥിവാരങ്ങളാണ് തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് എന്ന് പറയുന്നത്. ഇതില് ഈ റിസാലത്ത് അതായത് പ്രവാചകത്തിന്റെ ലക്ഷ്യം. അപ്പൊ നമുക്കറിയാം ഖുർആനിന്റെ വിഷയം എന്താണ്? ഖുർആൻ എന്ന് പറയുന്നത് മൊത്തം ഖുർആൻ 3 വിഷയാണ്. ഒന്ന് തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഏകനാണെന്നുള്ള സമർത്ഥിക്കുന്ന ഒരുപാട് ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങളും കാര്യങ്ങളായിട്ട് തൗഹീദ്. രണ്ടാമത് റിസാലത്ത് എന്ന് പറഞ്ഞാൽ റസൂലിന്റെ ആഗമനത്തെയാണ്, പ്രവാചകന്മാരുടെ ആഗമനത്തെയാണ് റിസാലത്ത് എന്ന് പറയുന്നത്. പ്രവാചകന്മാരുടെ കഥകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാടുണ്ട്. പിന്നെ ആഖിറത്ത്, തീർച്ചയായും പരലോകത്തെ കുറിച്ചുള്ള ഒരുപാട് ആയത്തുകൾ. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഖുർആനിൽ മൊത്തമായിട്ട് ഉൾക്കൊണ്ടിട്ടുള്ളത്. ഈ സൂറത്തുൽ ഇഖ്ലാസിനെ പറയുന്നൊരു പേരുണ്ട്, ഖുർആന്റെ 1/3 എന്ന് പറയാറുണ്ട്. മറ്റൊരു പേരാണ് ഖുർആന്റെ 3 സൂറത്തുൽ ഇഖ്ലാസ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ സൂറത്തുൽ ഇഖ്ലാസില് ഒറ്റ കാര്യമാണ് പറയുന്നത്, തൗഹീദ്, അള്ളാന്റെ ഏകത്വം, അള്ളാഹ് ഏകനാണെന്നുള്ളതിനെ സമർത്ഥിക്കുകയാണ് ആ ഒരു സൂറത്ത്. മുഴുനീള ആകെ 4 അധ്യായങ്ങളുള്ളൂ. പക്ഷെ അത് മൊത്തം അള്ളാന്റെ ഏകത്വത്തെ, തൗഹീദിനെ സമർപ്പിക്കുന്നത് കൊണ്ടാണ് അത് 1/3 എന്ന് പറയുന്നത്. ഖുർആൻ മൊത്തം 3 വിഷയമായില്ല, അതിൽ ഒരു വിഷയത്തെയാണ് സൂറത്തുൽ ഇഖ്ലാസ് പറയുന്നത്. അതുകൊണ്ടാണ് 1/3. അപ്പൊ സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം ഓതിയാൽ ഖുർആൻ മുഴുവൻ ഓതി എന്നുള്ള തരത്തിൽ പറയാറുണ്ട്. ഒക്കെ 1/3 എന്നുള്ള 1/3. അപ്പൊ ഇവിടെ ഈ ഒരു ആയത്തിൽ പറയുന്നത് അവിടുത്തെ റിസാലത്തിന്റെ കാര്യമാണ് പറയുന്നത്. റിസാലത്തിൽ റസൂലിനെ അള്ളാഹു നിയോഗിക്കുമ്പോ അദ്ദേഹത്തിന്റെ ദൗത്യം എന്താണെന്നാണ് ഈ ആയത്തിൽ ശരിക്ക് പറയുന്നത്. ദൗത്യം എന്ന് പറയുന്നത് യത്ലു അലൈഹിം ആയാത്ത് ഓതി കേൾപ്പിക്കണം, വയുഅല്ലിമുഹുമുൽ കിതാബ, ആ ജനങ്ങളെ അദ്ദേഹം കിതാബും ഹിക്മത്തും പഠിപ്പിക്കണം. അത് മാത്രം പോരാ, മൂന്നാമത്തെ വയുസക്കീഹിം, അവരെ സംസ്കരിച്ച് വളർത്തുകയും വേണം. അപ്പൊ ഈ ഒരു ഉത്തരവാദിത്തം പ്രവാചകന്മാരുടെ കാലത്ത് പ്രവാചകന്മാർക്കായിരുന്നെങ്കിൽ ഇന്നത്തെ കാലത്ത് ഓരോ മുസ്ലിമിന്റെയും ഉത്തരവാദിത്തമാണ് ഈ പ്രവാചകന്മാർ നമ്മളെ ഏൽപ്പിച്ചു പോയ. പ്രവാചകൻ മുഹമ്മദ് നബി അവസാനം ഹജ്ജത്തുൽ വിദായിൽ നിങ്ങൾ സാക്ഷികളല്ലേ, ഞാൻ ഈ പറയുന്നതും ഞങ്ങൾ നിങ്ങൾക്കെല്ലാം എത്തിച്ചത്, എന്റെ ദൗത്യം പൂർത്തിയായില്ല പറയുമ്പോ എല്ലാവരും സാക്ഷികളായിട്ട്, അതെ ഇനിയുള്ള വരാനിരിക്കുന്ന ഒരു സമൂഹത്തിന് എത്തിക്കാനുള്ള ബാധ്യത അവിടെ സാക്ഷിയായവരും അവർക്ക് വരാനിരിക്കുന്നവരുമായിരുന്നു. അപ്പൊ അതുപോലെ ഓരോ മുസ്ലിമും അവരുടെ ഉത്തരവാദിത്തത്തിൽ പെട്ടത് തന്നെയാണ് ഈ ഒരു ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഹക്കീമിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ പിന്നെ പ്രവാചകനോട് ആദ്യം പറയുന്നത് യത്ലു എന്നുള്ളതാണല്ലോ, തിലാവത്ത്. അപ്പൊ പ്രവാചകന് പ്രവാചകന്മാര് ജനങ്ങൾക്ക് ഓതിക്കൊടുക്കുക എന്ന് പറയുന്നത് സാധാരണ നമ്മളൊരു മനുഷ്യന്മാര് ഖുർആൻ ഓതുന്ന പോലെ അല്ല. അത് വ്യത്യാസമുണ്ട്. നമ്മളെ തിലാവത്ത് എന്ന് പറയുമ്പോൾ വെറും ഒരു പാരായണത്തിൽ ഒതുങ്ങുന്ന തിലാവത്താണ്. പക്ഷെ പ്രവാചകന്റെ തെത്തിലു പാരായണം ചെയ്തു കൊടുക്കുക ആ സമൂഹത്തിന്റെ മേലെ എന്ന് പറയുന്നത്, മധുരമായി ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു പാഠകൻ എന്നതല്ല പ്രവാചകന്റെ ഒരു സ്ഥാനം എന്ന് പറയുന്നത്. അദ്ദേഹം എന്ന് പറയുന്നത് അള്ളാഹുവിന് നിയുക്തനായ ദൂതനാണ്. അപ്പൊ ആ പാരായണത്തിൽ എന്ത് വേണം? ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും വ്യവസ്ഥകളും അവയ്ക്കുള്ള തെളിവുകളും ന്യായങ്ങളും ജനങ്ങളെ ഉയർത്തുകയും അവയെ മാനിക്കുവാൻ അവരെ പരിശീലിപ്പിക്കുകയുമാണ് അദ്ദേഹത്തിന്റെ ദൗത്യം. അതായത് വഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ
വഹി എന്നാൽ നിയമങ്ങളുടെയും വ്യവസ്ഥകളുടെയും പ്രമാണങ്ങളും തെളിവുകളും ദൃഷ്ടാന്തങ്ങളുമാണ്. അപ്പൊ അവയെ ദൈവികതി എന്ന് പറയുന്ന ബലാത്കാരമായ കൽപ്പനകളിൽ അധിഷ്ഠിതമല്ല. അതിന്റെ ഓരോ അംശവും യുക്തിപൂർവ്വം തത്വങ്ങളിലും ന്യായങ്ങളിലും തെളിവുകളിലും അധിഷ്ഠിതമാണ്. അപ്പൊ ദൈവിക വെളിപാടിലൂടെ ഈ വഹിയിലൂടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന തെളിവുകളും ന്യായങ്ങളും ജനങ്ങളെ ബോധിപ്പിക്കുകയാണ് പ്രവാചകൻ ചുമതലമായ ഈ തിലാവത്ത് എന്ന് പറയുന്ന പാരായണം. അപ്പോ അതാണ് ഒന്നാമത്തെ ദൗത്യം. ഇനി രണ്ടാമത്തത് വേദവും തത്വജ്ഞാനവും പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ വെറുതെ ഒന്ന് ഓതി കൊടുത്താൽ പ്രവാചക ദൗത്യം പൂർണ്ണമാവുന്നില്ല, മറിച്ച് അത് പഠിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയ പണിയല്ല അല്ലെ. കിതാബ് വേദം പഠിപ്പിക്കുകയും തത്വജ്ഞാനം പഠിപ്പിക്കുകയും ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ അതായത് ഈ പഠിപ്പിക്കുന്നതില് ആശയങ്ങളും താല്പര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കണം, വിശദീകരിച്ചു കൊടുക്കണം. ശരിക്കും ഖുർആൻ എന്ന് പറയുന്നത് ഭയങ്കര ഡീപ്പാണ്. ഓരോ ആയത്ത് എന്തോരം അർത്ഥതലങ്ങൾ കൊടുക്കും. അപ്പൊ അത് ശരിക്ക് ജനങ്ങൾക്ക് വിശദീകരിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നതിനാണ് യുഅല്ലിമുഹും എന്ന് പറയുന്നത്, അവരെ പഠിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതിലെ അവ്യക്ത വചനങ്ങൾ, അർത്ഥങ്ങൾ വ്യക്തമാക്കി വിശദീകരിച്ചു കൊടുക്കണം. വേദസത്യങ്ങൾ, അവരുടെ ലക്ഷ്യങ്ങൾ അവരെ മനസ്സിലാക്കി കൊടുക്കണം. അത് സംബന്ധിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കണം. ഇനി വേദവചനങ്ങൾ അവരിൽ ചുമത്തുന്ന നിയമങ്ങളും ചട്ടങ്ങളും വിവരിച്ചു, അതായത് മനുഷ്യൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഈ ഭൂമിയിൽ നിന്ന് ശരിക്കും വിശദീകരിച്ചു കൊടുത്ത് മനസ്സിലാക്കണം. അപ്പൊ ഇതാണ് ഈ പഠിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോ ഇത് ശരിക്കും ഈ ഖുർആൻ പ്രവാചകന് ആ സഹാബിമാരെ പഠിപ്പിച്ചു കൊടുത്ത എങ്ങനെയായിരുന്നു നമുക്കറിയാം അല്ലെ. ജീവിച്ച് കാണിച്ചു കൊടുത്തിട്ടൊക്കെ ആയിരുന്നു. വെറുതെ ഇങ്ങനെ വായോണ്ട് പറയലല്ല പ്രവാചകന്റെ പഠിപ്പിക്കലോ, ജീവിതം കൊണ്ട് ജനങ്ങൾക്ക് പറഞ്ഞ് പഠിപ്പിച്ച് ഇങ്ങനെയൊക്കെ പറ്റും. ഇപ്പൊ യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോ എല്ലാം പ്രവാചകൻ മുന്നിൽ നിന്ന് എല്ലാം ചെയ്തുകൊണ്ടാണ് അവരെ കൊണ്ട് ചെയ്യിച്ച് പഠിപ്പിച്ചത് അല്ലെ. അപ്പൊ അതാണ് ഹിക്മത്ത്. ഇനി ഇതിൽ പറയുന്ന ഹിക്മത്ത് പഠിപ്പിക്കാൻ പറയുന്നുണ്ട്. കിതാബ് മാത്രല്ല, ഹിക്മത്ത്. ഈ ഹിക്മത്ത് പറയുന്ന വിജ്ഞാനം എന്ന് പറയുന്നത് ഇത് ഒരു തത്വജ്ഞാനം. അത് ചില ആളുകൾക്ക് തത്വജ്ഞാനം, യുക്തിജ്ഞാനം, ദർശനം, വിദ്യ, തന്ത്രം എന്നൊക്കെയാണ് ഹിക്മത്ത് എന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഈ ദാവൂദ് നബിക്ക് ഹിക്മത്ത് കൊടുത്തിട്ടുണ്ടെന്ന് ഖുർആൻ പറയുന്നുണ്ട്. പരിജവാത്തിനാഹുൽ ഹിക്മത്ത് വഫസിൽ ഖിതാ. അതായത് എന്തെങ്കിലുമൊക്കെ വിധി കൽപ്പിക്കാൻ ജനങ്ങൾ ദാവൂദ് നബീനെ മുന്നിൽ വരുമ്പോൾ അദ്ദേഹത്തിന് നല്ല ഹിക്മത്തോടു കൂടി ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെട്ട കേസിന് വിധി പറയാനുള്ള ഒരു കഴിവ് അല്ലാഹ് പ്രത്യേകമായിട്ട് കൊടുത്ത ഒരു പ്രവാചകനായിരുന്നു ദാവൂദ് നബി. അപ്പൊ ഹിക്മത്ത് എന്ന് പറയുന്ന എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ കിട്ടുന്ന ഒന്നല്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ചില ആളുകൾക്ക് അള്ളാഹു പ്രത്യേകമായിട്ട് കൊടുക്കുന്ന ഒരു സാധനമാണ് ഹിക്മത്ത്. അപ്പൊ ആ ഹിക്മത്തുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ അത് പല പണ്ഡിതന്മാർ പലതിലും വരുന്നുണ്ട്. അവര് ഹിക്മത്ത്, അറബികൾ ശരിക്കും സാധാരണയായിട്ട് അഭിപ്രായ സുബദ്ധതയും പക്വതയും പെരുമാറ്റത്തിലെ മാന്യതയൊക്കെ ഉള്ളവരെയാണ് ഹിക്മത്തുള്ള ആള് എന്ന് ആ ഒരു യോഗ്യത ഉള്ളതായിട്ട് അവര് ഗണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നല്ല ഹിക്മത്തുള്ള ആളുകളെ ഹക്കീം എന്ന് പറയും. അപ്പോ അതുപോലെ തന്നെ അതായത് ഭൗതികമായും വൈകാരികമായും സ്വീകാര്യമായ ഭാഷണത്തെയും ഹിക്മത്ത് എന്ന്. അതായത് ചില ആളുകൾക്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, നല്ല ഹിക്മത്തോടു കൂടി കാര്യം അവതരിപ്പിക്കാൻ പറ്റില്ലേ. അതേ കാര്യം വേറൊരാള് പറഞ്ഞാൽ ചിലപ്പോ അത് ആർക്കും അത് ഏൽക്കണം എന്നില്ല. ഒരേ കാര്യമായിരിക്കും പറയുന്നത്. അത് പറയുന്നതിന്റെ ഒരു രീതിയോ അയാളുടെ ഹിക്മത്തോ അത് നമുക്ക് സ്വീകരിക്കാൻ തോന്നും. ഒരാൾ പറയുമ്പോൾ മറ്റൊരാൾ പറയുമ്പോൾ നമുക്ക് സ്വീകരിക്കാനല്ല തോന്നുന്നത് അല്ലെ. അതുപോലെ ഹിക്മത്തോടു കൂടി സംസാരിക്കാൻ കഴിവുള്ള സ്വീകാര്യമായ ഭാഷണത്തെ ഹിക്മത്ത് എന്ന് വിളിക്കും. പിന്നെ ഈ ഖുറാനില് അള്ളാഹു ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ പറയുന്നത് ഹിക്മത്തോടു കൂടിയാണ്. ഹിക്മത്ത് കൊണ്ടും സതുപദേശം കൊണ്ടുമാണ് നാഥന്റെ സരണിയിലേക്ക് പ്രബോധം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഓരോ ജനങ്ങളും ഇസ്ലാമിൽ നിന്ന് അകന്നു പോകും. ഹിക്മത്തില്ലാതെ നമ്മള് ദീനിനെ പരിചയപ്പെടുത്തുമ്പോൾ ദീൻ ആളുകൾ എടുക്കുന്നതിന് പകരം അത് വളരെ വലിച്ചെറിയാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് വളരെ ഹിക്മത്തോടു കൂടി മാത്രമേ നമ്മൾ ഇസ്ലാമിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതെന്നാണ് പറയുന്നത്. അതാണ് യുസക്കിദ്. അതാണ് രണ്ടാമത്തെ കാര്യം. അപ്പൊ ഈ ഹിക്മത്തോടു കൂടിയാണ് ഈ ഹിക്മത്ത് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലാണ് ഇസ്ലാമിനെ ഇതാക്കാനും പ്രവാചകനോട് പറഞ്ഞു. മൂന്നാമത്തെ വയുസക്കീഹിം, അവരെ സംസ്കരിച്ച് വളർത്തുക. ഈ യുസക്കീഹിം എന്നുള്ളത് ആദ്യത്തെ രണ്ട് കാര്യത്തിന്റെയും പ്രാക്ടിക്കൽ രൂപമാണ് യുസക്കീഹിം. അവരെ സംസ്കരിച്ച് വളർത്തുക. സക്ക എന്നുള്ളതിന് വളർത്തുക എന്നും അർത്ഥമുണ്ട്, സംസ്കരിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. അപ്പൊ ഇതൊരു ചെറിയൊരു പണിയല്ല. ഒരാളെ സംസ്കരിച്ച് അയാളെ തിന്മകളൊക്കെ ഇല്ലാതാക്കി അവരെ ശുദ്ധരാക്കി വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ടാസ്ക്കാണ്. അത് നമുക്ക് നമ്മുടെ മക്കളെ തന്നെ വളർത്തുമ്പോൾ അതറിയാം അല്ലെ. എങ്ങനെയെങ്കിലും ഒക്കെ തെരുവിൽ വളർത്തുന്ന ഒരു കുട്ടിയെ പോലെ വളർത്താൻ വളരെ എളുപ്പമാണ്. നമ്മളൊന്നും ചെയ്യണ്ട.
അവരങ്ങനെ വളർന്നോളും. എല്ലാ കച്ചറയും അവരെ മേലുണ്ടാവും. അവർ വലിയൊരു സമൂഹത്തിന് ഉപദ്രവകാരിയായ സാമൂഹ്യദ്രോഹിയായി വളർത്താൻ ഒരു പ്രയാസവുമില്ല. പക്ഷേ അവരെ സംസ്കരിച്ച് അവരിലുള്ള തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കി അത് അവരെ ശുദ്ധരാക്കി തിന്മയിൽ നിന്ന് അകന്നു നിന്ന് തെറ്റെന്ത് ശരിയേതെന്ന് മനസ്സിലാക്കി നല്ല ഒരു സമൂഹത്തിലെ നല്ല ഒരു പൗരനായി വളർത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ്. അപ്പൊ ഈ യുസക്കീഹിം എന്നുള്ളതിൽ പ്രവാചകന്മാർക്ക് ഈ ദൗത്യവും ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒരു അതൊരു പ്രാക്ടിക്കലാണ്. അപ്പൊ അങ്ങനെ ഇങ്ങനെ ഇതൊരു പ്രാക്ടിക്കൽ വശം എന്ന് പറയുമ്പോൾ വെറും ഖുർആൻ ഇരുന്ന് ഓതിയാൽ, വെറുതെ നമ്മൾ ഓരോരുത്തരും സ്വന്തം വീടുകളിൽ ഇരുന്ന് ഖുർആൻ ഓതിയാൽ ഈ മൂന്നാമത്തെ പ്രവർത്തനം നടക്കില്ല. ഇത് സമൂഹത്തിനെ സംസ്കരിക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വം പ്രവാചകർ എന്ന പോലെ മനുഷ്യർക്കും എല്ലാവർക്കും എല്ലാ മുസ്ലിങ്ങൾക്കും ഉണ്ട്. അപ്പൊ അതിന് സമൂഹത്തിലേക്ക് ഇറങ്ങണം, സമൂഹത്തിന്റെ ജീർണതകൾ എന്താണെന്ന് മനസ്സിലാക്കണം, അതിനനുസരിച്ച് നമ്മൾ അതിനുള്ള പ്രവർത്തന തലങ്ങൾ പ്ലാൻ ചെയ്യണം, ഏതൊക്കെ തരത്തിൽ അത് സംസ്കരിക്കാതെ ചീഞ്ഞളിഞ്ഞു കിടക്കുന്ന, പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ എല്ലാ പ്രവാചകന്മാരെ കാലത്തുണ്ടായിരുന്ന എല്ലാ തിന്മകളും ഒരുമിച്ച് കൂടിയ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഒരുമിച്ച് ഏത് പറയും, ലൂത്ത് നബിയുടെ കാലത്തുണ്ടായിരുന്ന സ്വവർഗരതി, അതുപോലെ ഷുഐബ് നബിയുടെ കാലത്തുണ്ടായിരുന്ന പൂത്തിവെപ്പ് കാര്യങ്ങൾ, ബിസിനസ്സിലുണ്ടായിരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള പ്രവാചകന്മാരുടെ എന്തൊക്കെ കാലത്ത് എന്തൊക്കെ തിന്മകൾ അതൊക്കെ ഒരുമിച്ച് വന്ന ഒരു സമയത്ത് നമ്മൾ ജീവിക്കണം. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വം എത്രമാത്രം വലുതാന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ നമ്മൾ ഒറ്റക്ക് നിന്നാലല്ല, ഒരുമിച്ച് നിന്ന് കണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. ഇപ്പൊ നാളെ നമ്മുടെ മക്കള് വീട്ടിലിട്ട് വളർത്തിയാലും ഒരു ദിവസം മക്കൾക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങാതെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കാലത്താണ്. 12ാം ക്ലാസ് വരെ കൂടെ നിന്ന് പഠിച്ചാലും നമ്മൾ ഡിഗ്രി അല്ലെങ്കിൽ എന്തെങ്കിലും ഹയർ എഡ്യൂക്കേഷൻ നമ്മൾ സമൂഹത്തിലേക്ക് മക്കളെ വിട്ടേ പറ്റൂ. അല്ലെങ്കിൽ നമ്മളെ മക്കളൊന്നും നേടാത്തവരായിട്ട് വീട്ടിലിരിക്കും. ആ സമൂഹത്തിലേക്ക് നമ്മൾ വിടുമ്പോൾ ആ സമൂഹത്തിന്റെ ജീർണത തീർച്ചയായും നമ്മളെ മക്കളെ മേലിൽ പറ്റുന്നുള്ളത് ഉറപ്പാണ്. അത് ഉറപ്പാണ്. നമ്മളെ കൺമുന്നിൽ നിന്ന് അവർ പോയി കഴിഞ്ഞാൽ അവരുടെ മേൽ അതിന്റെ തിന്മകൾ പറ്റും. അപ്പൊ അത് അത്രയും ജീർണിച്ച സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്യാന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പൊ പ്രവാചകന്മാരുടെ ഉത്തരവാദിത്തമായിരുന്നു. അങ്ങനെ ഓരോ പ്രവാചകന്റെയും ഓരോ മുസ്ലിമിന്റെയും ഉത്തരവാദിത്വം അത് വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ്. ഇനി അവസാനമായിട്ട് ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇന്നക അൻതൽ അസീസുൽ ഹക്കീം എന്നാണ്. നീ അജയ്യനാണ്, അൽ ഹക്കീമാണ് അള്ളാഹു എന്ന് പറയുന്നത്. അള്ളാഹു എത്ര തന്നെ കഴിവുള്ളവനാണെങ്കിലും, അൽ അസീസ് ആണെങ്കിലും, അധികാര ശക്തിയുള്ളവനാണെങ്കിലും അള്ളാഹു ഒരിക്കലും തന്നെ തനിക്ക് തോന്നുന്ന കാര്യങ്ങൾ അപ്പപ്പോ അങ്ങ് ചെയ്തു തീർക്കുക എന്നുള്ളതല്ല അള്ളാന്റെ രീതി. അപ്പൊ മനുഷ്യൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വൈകാരികമാണ് അല്ലേ? അവനൊക്കെ അള്ളാഹുവിന്റെ ശക്തിന്റെ ഒരു പകുതിയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവന് എന്തൊക്കെ നാശമാണ് ഈ ലോകത്ത് നിന്ന് വരുത്തുക. കാരണം അവന്റെ ഇമോഷൻസിനനുസരിച്ചാണ് അവന്റെ കഴിവുകൾ അവൻ ഉപയോഗിക്കുക. പലപ്പോഴും ഇമോഷണലി അവന് ഭയങ്കര വീക്കാകുന്ന സമയത്തായിരിക്കും ചിലപ്പോ അവന്റെ വലിയൊരു പവർ ഉള്ളത് ഉപയോഗിച്ച്, ചിലപ്പോ ശപിക്കാനുള്ള ഒരു കഴിവ് കൊടുത്താൽ ശാപം അവനങ്ങ് ഉപയോഗിച്ചു കളയും. അതുപോലെ വീക്കായ ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ. പക്ഷെ അള്ളന്ന് പറയുന്ന ഇത്രയും കഴിവുള്ളവൻ, അധികാരവും ശക്തിയും, ഒരാളെ എന്തും ചെയ്യാൻ, അള്ളാഹുവിനെതിരെ ചെയ്യുന്ന ഒരാളെ അപ്പൊ തന്നെ നിന്ന നിപ്പിൽ കരിച്ചു കളയാൻ അള്ളാഹ്ക്ക് കഴിയും. പക്ഷെ അള്ളാഹ് ചെയ്യൂല. അതാണ് അള്ളാഹിന്റെ യുക്തി എന്ന് പറയുന്നത്. അപ്പൊ അവന് അത് അപ്പപ്പോൾ തോന്നുന്ന പോലെ ചെയ്യുന്നല്ല, മറിച്ച് അവൻ ചെയ്യുന്നത് എന്തും ആ ചെയ്യുന്നതിന്റെ താത്വികം പ്രായോഗികമായ വശങ്ങളും സ്വഭാവങ്ങളും നന്മ തിന്മകളും ലക്ഷ്യവും എല്ലാം പരിഗണിച്ചുകൊണ്ട് മാത്രമേ ചെയ്യുള്ളൂ. അലക്ഷ്യമായോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നന്മ ഉൾക്കൊള്ളാത്തതായോ അവൻ യാതൊന്നും ചെയ്യുന്നില്ല. താൻ സൃഷ്ടിച്ച മനുഷ്യകുലത്തിൽ തന്റെ വിധിവിലക്കുകൾ അറിയിച്ചു കൊടുക്കുകയും തദനുസാരം അവരെ സംസ്കരിച്ച് വളർത്തുകയും ചെയ്യുന്ന പ്രവാചകനെ നിയോഗിക്കുക എന്നത് അവന്റെ പ്രതാപത്തിന്റെയും ജ്ഞാനത്തിന്റെയും അനിവാര്യ താല്പര്യമാകുന്നു. അതായത് ഇങ്ങനെ ഒരു പ്രവാചകനെ അള്ളാഹു നിയമിച്ചതിന് അള്ളാഹ് അസീസും ഹക്കീമും ആയതുകൊണ്ടാണ്. അള്ളാഹ് യുക്തിമാനാണ്. അപ്പൊ ആ യുക്തിമാനായ റബ്ബ് ഈ ജനങ്ങളെ സംസ്കരിച്ച് വളർത്താൻ ഒരു പ്രവാചകനെ നിയോഗിച്ച്, ഈ ആട്ടിടയന്മാരെ പോലെ അല്ലെ, ആടുകളെ പോലെ വീക്കാണ്, ഒന്ന് അങ്ങോട്ട് തെളിക്കുമ്പോൾ ഇങ്ങോട്ട് ഓടുന്ന മനുഷ്യകുലമാണ്. അപ്പൊ അവരെ സംസ്കരിക്കാൻ പ്രവാചകൻ നിയോഗിച്ചു എന്നുള്ളത് അള്ളാഹ് അൽ ഹക്കീം അസീസ് ആയതുകൊണ്ടാണ്, അള്ളാഹിന്റെ യുക്തിയുടെ ഒരു ഭാഗമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ഇത്രയാണ് ഈ ഒരു ആയത്തുള്ള 3 പ്രാർത്ഥനകൾ നമ്മൾ പഠിച്ചത്. നിർത്താം, സമയം കഴിഞ്ഞു. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ആമീൻ.